നമുക്ക് വചനത്തിലേക്ക് ഒന്ന് തിരിയുന്നതിന് മുമ്പായിട്ട് വചനം ജഡമായി തീർന്ന ആ കർത്താവിനെ തന്നെ നോക്കി നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ, അവിടുത്തെ നിറഞ്ഞ സാന്നിധ്യത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അതെ കർത്താവേ, ഞങ്ങൾ വളരെ ആഗ്രഹത്തോടെ, വളരെ ദാഹത്തോടെ, വിശപ്പോടെ കർത്താവേ, ആ ജീവമന്നയ്ക്കായിട്ട് അങ്ങയുടെ തിരുമുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു. ഞങ്ങളെ ജീവിപ്പിക്കണമേ, സമൃദ്ധമായി ജീവിപ്പിക്കണമേ. അവിടുത്തെ ജീവന്റെ മൊഴികൾ കർത്താവ് ഞങ്ങൾക്ക് കേൾക്കണം. നിത്യജീവന്റെ മൊഴികൾ കർത്താവെ അങ്ങയുടെ പക്കലാണ് ഉള്ളത്. ഞങ്ങൾ അങ്ങേ വിട്ട് എവിടെ പോകും? ഒരു മനുഷ്യനും അത് നൽകാൻ സാധിക്കുകയില്ലല്ലോ. അങ്ങ് തന്നെ കർത്താവെ ഞങ്ങളോട് സംസാരിക്കണം. ആത്മാവിൽ അവിടുത്തെ ആ ശബ്ദം ഒരു വലിയൊരു ഇടിമുഴക്കം പോലെ വ്യക്തമായിട്ട്, കർത്താവെ ഒരു കാഹളധ്വനി പോലെ ശക്തമായിട്ട്, എന്ന ആ ഒരു മൃദുസ്വരമായിട്ട് ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്ന ആ ഒരു അവിടുത്തെ ആ സ്വരം ഞങ്ങൾക്ക് കേൾക്കണം. മുമ്പേ നടന്ന് കർത്താവെ അവിടുത്തെ ഇമ്പമുള്ള സ്വരം ഞങ്ങളെ കേൾപ്പിച്ച് ഞങ്ങളെ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുറവുകളെ കാണിച്ചു തരണമേ. ഞങ്ങളെ ആഴത്തിലുള്ള ഒരു മാനസാന്തരത്തിലേക്കും വിശ്വാസത്തിലേക്കും ആദ്യ സ്നേഹത്തിലേക്കും ഞങ്ങളെ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സമ്പൂർണ്ണമായിട്ട് താഴ്ത്തുന്നു കർത്താവെ. ഒരു പൂജ്യമായിട്ട്, ഒരു സീറോ ആയിട്ട് അവിടുത്തെ മുമ്പാകെ താഴ്ത്തുന്നു. അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ ഓരോരുത്തരും അങ്ങ് കഴുകിയാട്ടെ. സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് തന്നെ ഞങ്ങളോട് സംസാരിക്കണം. ബദനീന്റെ മറിയം ആ നല്ല അംശം തിരഞ്ഞെടുത്തതുപോലെ കർത്താവെ അവിടുത്തെ കാൽപാദത്തിലേക്ക് ചേർന്നിരിക്കട്ടെ. അങ്ങേ തന്നെ കേൾപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുന്ന് അരുളി ചെയ്യണമേ. എല്ലാ യേശു കർത്താവിന് വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ. ആമീൻ, 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 ആമീൻ. വളരെ നാളുകൾക്ക് ശേഷം വീണ്ടും ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ഇതിന്റെ മീറ്റിങ്ങിന് എന്തെങ്കിലും പേരുണ്ടോയെന്ന് ഞാൻ അടുത്തോട് ഇന്നും ചോദിക്കുമായിരുന്നു. അപ്പം വേറെ ഒന്ന് രണ്ട് ഗ്രൂപ്പിലും കൂടി ഇടാനും, അപ്പം പ്രാർത്ഥനാ കോട്ട എന്നാണ് വാട്സപ്പ് ഗ്രൂപ്പിന്റെ പേര്, അല്ലാതെ വേറെ പേരൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അപ്പം പ്രാർത്ഥനാ കൂട്ടായ്മ. അപ്പം പ്രാർത്ഥനാ കൂട്ടായ്മയിലുള്ള പ്രിയ സഹോദരങ്ങളുമായിട്ട് ഈ സായംവേളയിൽ നിങ്ങളോട് ഒരുമിച്ച് കർത്താവിന്റെ വചനമായിട്ടായിരിക്കുന്നത് ഒത്തിരി സന്തോഷം. ആദ്യ സ്നേഹം എന്നുള്ളൊരു വാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളൊരു വാക്കായിരിക്കും, മിക്കവർക്കും പരിചയമുള്ളൊരു വാക്കായിരിക്കും ആദ്യ സ്നേഹം. കർത്താവിനോടുള്ള ആ ഒരു ആദ്യ സ്നേഹം, അത് നമ്മൾ വെളിപാട് പുസ്തകത്തിൽ ആ ഒരു വാക്ക് നമ്മൾ കാണുന്നേ, അത് നമ്മുടെ ജീവിതത്തിൽ അത് നമ്മൾ ആ ആദ്യ സ്നേഹം അവസാനത്തോളവും നിലനിൽക്കേണ്ടതായിട്ടുള്ള ഒരു സ്നേഹം. വെളിപാട് പുസ്തകം 2-ാം അധ്യായത്തിൽ എഫേസ്യ സഭയ്ക്ക് എഴുതിയ ദൂതില്, വെളിപാട് പുസ്തകത്തിൽ നമുക്കറിയാം അതിൻ്റെ ആദ്യത്തെ അധ്യായം, അതിൽ 22 അധ്യായമായിട്ട് തിരിച്ചിട്ടുള്ളതിൽ ആദ്യത്തെ അധ്യായത്തിൽ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് ആമുഖമായിട്ട് പല കാര്യങ്ങളൊക്കെ പറഞ്ഞ്, അധ്യായങ്ങളൊക്കെ പിന്നീട് നൂറ്റാണ്ടുകൾക്ക് ശേഷം തിരിക്കപ്പെട്ടിട്ടുള്ളതാണ് എങ്കിൽ പോലും നമുക്കത് പെട്ടെന്ന് റെഫർ ചെയ്യാനും മനസ്സിലാക്കാനും ഓർക്കാനും ഒക്കെ എളുപ്പത്തിന് അത് അധ്യായങ്ങളായിട്ട് അത് തരംതിരിക്കാൻ ദൈവം അനുവദിച്ചല്ലോ. അപ്പം ആ 2-ാം അധ്യായം, 1-ാം അധ്യായത്തിൽ ആമുഖമൊക്കെ പറഞ്ഞിട്ട് 2-3 അധ്യായങ്ങളിൽ അന്ന് ഏഷ്യ മൈനർ, ഇപ്പോഴത്തെ ടർക്കി ആ ഒരു പ്രദേശത്തുള്ള 7 സഭകൾക്ക് എഴുതിയ ദൂത് യോഹന്നാൻ അപ്പോസ്തലനിലൂടെ, 12 അപ്പോസ്തലന്മാരുണ്ടായിരുന്നു അല്ലേ യേശുവിന്. അതില് യൂദ ഒന്ന് പോയാലും പിന്നീട് പൗലോസ് ആ ഒരു അപ്പോസ്തലനായിട്ട് ദൈവം അതുപോലെ ഉയർത്തിയതായിട്ടൊക്കെ നമ്മൾ വായിക്കുന്നു. അങ്ങനെ ആ 12 അപ്പോസ്തലന്മാരിൽ ഒരാളായ 12 അപ്പോസ്തലന്മാരെല്ലാം അവന് 60 AD 60, കർത്താവ് എപ്പോഴാണ് ക്രൂശിക്കപ്പെടുന്നത്? കർത്താവ് ജനിച്ചത് BC 4 നമ്മൾ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു. BC 4 കർത്താവ് ജനിച്ചു. അതുകൊണ്ടാണല്ലോ ഇപ്പം നമ്മൾ 2026 AD എന്ന് നമ്മൾ ഒരു വർഷം പറയുമ്പം തന്നെ, 2026 AD എന്ന് പറയുമ്പം കർത്താവ് ഈ ഭൂമിയിൽ അവതരിച്ചിട്ട് ഏകദേശം 2026ഓളം വർഷങ്ങളായി എന്നുള്ള കാര്യം നമ്മൾ പറയുന്നത്. അപ്പൊ അത് ഏതൊരു നിരീശ്വരവാദിക്കോ നാസ്തികനോ ഒന്നും നിഷേധിക്കാൻ പറ്റാത്തൊരു ചരിത്ര യാഥാർത്ഥ്യമാണ് യേശുവിന്റെ ജനനം. നമ്മൾ ഓരോ ദിവസവും നിങ്ങൾ ടീച്ചേഴ്സൊക്കെ ആകുമ്പോൾ ബോർഡിൽ ആദ്യം ഡേറ്റും ഡേയും ഒക്കെ എഴുതും അല്ലേ? എനിക്ക് തോന്നുന്നു ക്ലാസ് ലീഡർ തന്നെ അത് എഴുതുമായിരിക്കും. എഴുതിയില്ലെങ്കിൽ നിങ്ങൾ കുട്ടികളെ കൊണ്ട് ആ ക്ലാസ് റെപ്രസെൻറ്റേറ്റീവ് അത് ഡേയും ഡേറ്റും എഴുതുമ്പം ഓരോ ദിവസവും അവർ ഈ വർഷം 2026 എന്ന് എഴുതുമ്പോൾ എന്താ അവിടെ പ്രഖ്യാപിക്കുന്നത്? എൻ്റെ യേശു കർത്താവ്, ഈ സകലത്തെയും സൃഷ്ടിച്ചവൻ, ഈ ഭൂമിയിലേക്ക് അവതരിച്ചിട്ട് 2026ഓളം വർഷങ്ങളായി എന്നുള്ളത് ഒരു ചരിത്ര യാഥാർത്ഥ്യം. അതൊരു ചരിത്രകാരന്മാർക്ക് നിഷേധിക്കാൻ പറ്റാത്ത നിസ്തർക്കമായ ഒരു യാഥാർത്ഥ്യം. ബാക്കി ഒരുപാട് ഒരുപാട് കഥകളിലൊക്കെ പറയുന്ന എന്തെങ്കിലും ഐതിഹ്യങ്ങളോ സങ്കല്പങ്ങളോ ഒന്നും അല്ല, എന്തെങ്കിലും മിത്തോളജിയോ അങ്ങനൊന്നും അല്ല. യേശു ഒരു മിത്തല്ല, യേശു ഒരു മുത്താണെന്ന് പറയുന്നത് പോലെ കർത്താവ് എല്ലാത്തിനും മേലായിട്ടുള്ള യാഥാർത്ഥ്യമായിട്ട് കർത്താവായിരിക്കും. ആ കർത്താവിനുള്ള ഒരു ആദ്യ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു വരും. അപ്പം ഞാൻ അതിൻ്റെ ആ ഒരു ആമുഖമായിട്ട് ആ വെളിപാട് പുസ്തകത്തിന്റെ കാര്യം പറയുമ്പോൾ, ആ 12 അപ്പോസ്തലന്മാര് കാര്യം പറയുമ്പോൾ എന്താ, കർത്താവ് ജനിച്ചത് BC 4, കർത്താവ് ക്രൂശിക്കപ്പെട്ടത് AD 30,
ക്രൂശിക്കപ്പെട്ടത്. അപ്പൊ ഇപ്പൊ നമ്മൾ 2026 എന്ന് പറയുമ്പോൾ ഇതിപ്പോ നമ്മൾ എന്നോ എവിടെയോ സംഭവിച്ചു എന്നുള്ളതിനെക്കാട്ടിൽ കുറച്ചുകൂടി നമ്മൾ ചരിത്രപരമായിട്ട് നമ്മള് യുനോ ടീച്ചിങ് ഫീൽഡിലുള്ളവരുണ്ട്, അല്ലാത്ത സ്റ്റുഡൻസ് ആയിട്ടുള്ളവരുണ്ട്, വർക്കിംഗ് ആയിട്ടുള്ളവരുണ്ട്, വീട്ടമ്മമാരായിട്ടുള്ളവരുണ്ട്, റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ ഏതായാലും അതായത് ചരിത്രപരമായിട്ട് എന്താ AD 30, നമ്മളിപ്പോൾ 2026 AD എന്ന് പറയുമ്പോൾ AD 30 കർത്താവ് ക്രൂശിക്കപ്പെട്ടതായിട്ട് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതും കർത്താവിൻ്റെ ആ ഒരു ഇന്നലെ തന്നെ ഞാൻ എൻ്റെ അച്ഛനും അമ്മയോടും ഒക്കെ പറയുമായിരുന്നു. ഫാമിലി പ്രയറിൽ ഞങ്ങൾ അച്ഛനും അമ്മയും കൂടെ ഞങ്ങളുടെ ഫാമിലി പ്രയർ അവരെ ഇതുവരെ വിശ്വാസത്തിലേക്ക് വീണ്ടും ജനത്തിന് അനുഭവത്തിലേക്ക് ഇനി വന്നില്ലെങ്കിലും ഫാമിലി പ്രയറിലൊക്കെ അവരും കൂടെ ഒന്ന് കൂടിയിരിക്കും. അപ്പൊ ഫാമിലി പ്രയറിൽ അപ്പൂപ്പനെ അപ്പൂപ്പനെ അമ്മൂമ്മയൊക്കെ ഗൈഡ് ചെയ്യുന്നത് ഞങ്ങളുടെ മക്കളാണ്. ഏറ്റവും ഇളയ ആളെ, ഏറ്റവും ഇളയ പ്രാർത്ഥന മോളാണ് അപ്പൂപ്പനെ അമ്മൂമ്മയൊക്കെ അപ്പൂപ്പ പ്രാർത്ഥിക്കാൻ പാ എന്ന് പറയുമ്പോൾ അവർക്ക് നിഷേധിക്കാൻ പറ്റത്തില്ലല്ലോ. കൊച്ചുമക്കൾ വിളിക്കും ലിറ്റിൽ ചൈൽഡ് വിൽ ലീഡ് ദം എന്ന് യെശയ്യാവ് 11:6 ഒരു വാക്യമുണ്ട്. ഒരു കുഞ്ഞ്, ഒരു ബാലൻ അവരെ നടത്തും എന്നുള്ളൊരു പ്രവചനം. അത് യേശു കർത്താവ് ഒരു ബാലനെ പോലെ സഹസ്രാബ്ദ വാഴ്ചയിൽ നമ്മളെ നയിക്കുന്ന ഒരു കാര്യമാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അതിൻ്റെ അർത്ഥം. പിന്നെ അത് അത് ഒരു വിധത്തിൽ പറഞ്ഞാൽ നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളെ വരെ ദൈവം മറ്റുള്ളവരെ കർത്താവിലേക്ക് നടത്താനായിട്ട് ഉപയോഗിക്കും എന്നുള്ളതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഫുൾഫിൽമെൻ്റ് ആണല്ലോ, സാഫല്യമാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞു ചിലപ്പോൾ ഇന്നലെ അച്ഛനും അമ്മയും ഇപ്പം ഞങ്ങൾ ഇങ്ങനെ ഇതിനു മുമ്പൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പാട്ട് പാടി ഏതെങ്കിലും ഒരു അച്ഛനും അമ്മയും കൂടി ജോയിൻ ചെയ്യുന്ന ഫാമിലി പ്രയറിൽ കർത്താവിൻ്റെ ഏതെങ്കിലും ഒരു പാരബിളോ, ഇപ്പം കുഞ്ഞാടിൻ്റെ ഉപമ, കാണാതെ പോയ കുഞ്ഞാടിൻ്റെ ഉപമ, അല്ലെങ്കിൽ അതുപോലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പാരബിളോ എന്തെങ്കിലുമൊക്കെ എടുത്തൊന്ന് വായിച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞ് അങ്ങ് ചെയ്യുമായിരുന്നു. ഇപ്പം കുറച്ച് ദിവസം ആയിട്ട് ഞങ്ങളിപ്പോൾ മത്തായിയുടെ സുവിശേഷം ഒരു യേശുവിൻ്റെ ജനനം മത്തായി 1:18 മുതലുള്ള ആദ്യത്തെ ജീനിയോളജി ഒക്കെ വായിക്കാൻ നിന്ന് അച്ഛനമ്മയ്ക്കും ബോറടിക്കപ്പെടുന്നുണ്ട്. അത് ഞാനൊന്ന് സ്കിപ്പ് ചെയ്തിട്ട് യേശുവിൻ്റെ ജനനം ആദ്യം ഒന്ന് വായിച്ച് കുറച്ച് കഴിഞ്ഞ ഒരു ദിവസം അങ്ങനെ വായിച്ചു. ഇന്നലെയാണെങ്കിൽ ആ ഒരു വിദ്വാൻമാർ, കിഴക്ക് നിന്നുള്ള വിദ്വാൻമാർ വന്ന് യേശുവിനെ ആരാധിക്കുന്ന ആ ഒരു രംഗമൊക്കെ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ കിഴക്ക് നിന്നുള്ള വിദ്വാൻമാർ, അപ്പൊ കിഴക്ക് എവിടെ ആയിരിക്കും? പൗരസ്ത്യ ദേശം. അപ്പൊ അത് അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ പറഞ്ഞ് അപ്പൊ ആ ഒരു യേശുവിൻ്റെ ഈ കാര്യങ്ങളൊക്കെ ഒരു ചരിത്ര യാഥാർത്ഥ്യമാണെന്നുള്ള കാര്യമൊക്കെ അച്ഛനും അമ്മയോടൊക്കെ ആ കാര്യങ്ങളൊക്കെ പറയുകയൊക്കെയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ചിലപ്പം AD 30 കർത്താവ് ക്രൂശിക്കപ്പെടുന്നു. AD 30 തന്നെയാണ് സഭ കർത്താവ് ഒരു പെസഹ നാളിലാണ് ക്രൂശിക്കപ്പെട്ടതെങ്കിൽ അതിനുശേഷമുള്ള 50-ാമത്തെ ദിവസമാണ് പെന്തക്കോസ്ത് നാള്. പെസഹ നാൾ കഴിഞ്ഞിട്ടുള്ള 50-ാമത്തെ ദിവസമാണ് പെന്തക്കോസ്ത് പെരുന്നാളായിട്ട് അന്ന് പഴയ നിയമത്തിൽ ദൈവം, യഹോവയായ ദൈവം ഇസ്രായേൽ മക്കൾക്ക് ആചരിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. പെന്തിക്കോസ് എന്നുള്ള വാക്ക് തന്നെ 50-ാം ദിവസം, 50-ാം പെന്റിക്കോസ്റ്റ്, പെന്റഗൺ എന്ന് പറഞ്ഞാൽ 5 എന്ന് പറഞ്ഞാൽ പെന്റിക്കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 50-ാം ദിവസം. അപ്പൊ ആ 50-ാം ദിവസം ആ പെന്തക്കോസ്ത് നാളിലാണ് പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ മേൽ 120ഓളം പേര്, 12-11 പോയിട്ട് പിന്നെ ഒരു മത്യാസിനെയൊക്കെ അവർ തിരഞ്ഞെടുത്തതായിട്ടൊക്കെ അപ്പോസ്തലപ്രവൃത്തികൾ 1-ാം അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. പൗലോസൊക്കെ പിന്നീട് വന്നതാണല്ലോ. പുസ്തകത്തിൽ 9-ലൊക്കെയാണ് ശൗല പൗലോസ് ആകുന്ന മാനസാന്തരത്തെക്കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നത്. അപ്പം ആ പെന്തക്കോസ്ത് നാളിൽ അന്ന് കൂടിയിരുന്ന 120ഓളം പേരുടെ മേൽ പരിശുദ്ധാത്മാവ് അതിശക്തമായിട്ട് വരുന്ന ഒരു കാര്യമൊക്കെയും അങ്ങനെ സഭ ഒരു ശരീരമായിട്ട് രൂപപ്പെട്ടു. അതുവരെ അവർ 120 പേരായിരുന്നെങ്കിൽ പിന്നെ അവര് പരിശുദ്ധാത്മാവ് വന്ന് അവരെ അങ്ങ് ഒന്നാക്കി, അവരങ്ങ് ഒരു മനസ്സുള്ളവരാക്കി. അതുവരെയും ആ നുറുക്കത്തിൽ അവർ ഒരു മനസ്സോടായിരുന്നു അവിടെ കൂടിയിരുന്നതെന്ന് നമ്മുടെ അവിടെ വായിക്കുന്നുണ്ട്. എന്നാൽ അവര് ആത്മാവിലും മനസ്സിലും അവര് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന ആ ഒരു ശരീരം, ക്രിസ്തുവിന്റെ ഒരു ശരീരത്തിലെ അവയവങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ബ്രെയിനോട് അത്രമാത്രം കണക്റ്റഡ് ആണ്. ഞാനിപ്പോൾ എൻ്റെ കൈ ഇപ്പൊ ഒരു കീബോർഡ് വായിക്കണമെങ്കിൽ എത്ര സിങ്ക്രണൈസ്ഡ് ആയിട്ട് അത് വായിക്കണം. എന്നാലും ഓരോ കീസും അതുപോലെ വായിക്കാനൊക്കെ ഉള്ളു. അല്ലെങ്കിൽ ഒരു പാട്ട് പാടുമ്പോൾ അതിൻ്റെ ഇന്ന ടോൺ, ഇന്ന പിച്ച്, അവിടെ ഹൈയിലോട്ട് പോകണം, ഇവിടെ ലോയിലോട്ട് പോകണം, ആ ശ്രുതി ചേർത്ത് അങ്ങനെയൊക്കെ പോകുമ്പോഴത് അത് കേൾക്കാൻ നല്ല ഇമ്പകരമായിട്ട് വന്നത്. അപ്പൊ ഇതെല്ലാം ഈ ശരീരത്തിന്റെ അവയവങ്ങളെല്ലാം തലച്ചോറുമായിട്ട്, ബ്രെയിനുമായിട്ട് അത്രമാത്രം ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ട് കണക്റ്റഡ് ആയിരിക്കുന്നത് പോലെ നമ്മൾ ആ ഒരു സഭ കർത്താവിനോട് അതുപോലെ കർത്താവ് തലയും സഹോദരങ്ങളൊക്കെ അവയവങ്ങളുമായിട്ടുള്ള ഒരു സഭയായിട്ട്, അവരൊരു ശരീരമാകുന്ന സഭയായിട്ട് അങ്ങ് രൂപപ്പെട്ടതായിട്ടാണ് നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിലൊക്കെ കാണുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ AD 30 സഭ രൂപപ്പെടുന്നത്.
അതിനുശേഷം AD 67 പൗലോസൊക്കെ ശിരച്ഛേദം ചെയ്യപ്പെടുന്നതായിട്ട് നമ്മൾ AD 67-69 കാലയളവിലായിട്ടാണ് നീറോ ചക്രവർത്തിയൊക്കെ പൗലോസിനെ ശിരച്ഛേദം ചെയ്ത് ബിഹെഡ് ചെയ്ത് രക്തസാക്ഷിയായി മാറിയ കാര്യങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നത്. അങ്ങനെ AD 90 ആയപ്പോഴത്തേക്കും പിന്നെ എല്ലാ അപ്പോസ്തലന്മാരും ഇവിടെ കേരളക്കരയിലേക്ക് വന്ന അപ്പോസ്തലൻ ആരാ നമുക്കറിയാം, തോമസ് സെന്റ് തോമസ്. AD 52 തോമസ്, ആ 12 പേരിൽ ഒരാളായിരുന്നു. ആ തോമസ് ഈ കേരളക്കരയിലേക്ക് സുവിശേഷത്തിന് വെളിച്ചമായിട്ട് വന്നതുകൊണ്ടാണ് കേരളത്തിലെ സുവിശേഷത്തിന് വെളിച്ചം അത്രയും പരക്കുവാനും ക്രിസ്തുവിന് വെളിച്ചം അന്നേ പരക്കുവാനും ആ ഒരു സുവിശേഷത്തിൻ്റെയും സാക്ഷരതയുടെയും വിദ്യാഭ്യാസത്തിൻ്റെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് പല മിഷണറിമാർക്കും ഒക്കെ വരുവാനും ഒക്കെയുള്ള ഒരു വാതിൽ തുറക്കപ്പെടുവാനും ഒക്കെ കേരളത്തിലിടയായതും, അങ്ങനെ കേരളം അതുപോലെ പുരോഗമനത്തിലേക്കുമൊക്കെ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ അപേക്ഷിച്ച് ഒത്തിരിയൊക്കെ വരാനൊക്കെ ഉണ്ടായ കാര്യം എന്താ, കർത്താവിൻ്റെ ആ ഒരു 12 അപ്പോസ്തലന്മാരിൽ ഒരാളെ കർത്താവ് ഈ കേരളത്തിലേക്ക് അയച്ചു എന്ന് പറയുമ്പോൾ ഈ കൊച്ചു കേരളത്തിലേക്ക് നമ്മളെ എന്തുണ്ട്, ഈ വലിയ ഭൂമിയിൽ എന്തെല്ലാം വലിയ വലിയ രാജ്യങ്ങളുണ്ട്, ഇതെല്ലാം വലിയ വലിയ രാജ്യങ്ങളുള്ളപ്പം ആ 12 പേരിൽ ഒരാളെ ഇനി കേരളത്തിലേക്ക് ഇങ്ങ് അയച്ചു. അത്രമാത്രം കർത്താവ് 21 നൂറ്റാണ്ടിൽ എൻ്റെ മകൻ എൻ്റെ മകൾ ഇവിടെയൊക്കെ ആയിരിക്കണം. അപ്പം അവർക്ക് അതിനു മുമ്പേ കാര്യങ്ങളെല്ലാം അടിത്തറയെല്ലാം പാകി ആ സത്യങ്ങളൊക്കെ ഇവിടെ പ്രഘോഷിക്കപ്പെടുന്ന ഒരു കാലം ഉണ്ടാകണം എന്നുള്ള ആ ഒരു വലിയൊരു ആവേശത്തിൽ കർത്താവ് അന്നേ കർത്താവിൻ്റെ അപ്പോസ്തലനെ അയച്ച കാര്യങ്ങളൊക്കെ നമുക്ക് എത്ര നന്ദിയോടെ ഓർക്കാം. അപ്പം അങ്ങനെ ആ തോമസ് വരെയും പിന്നീട് ചെന്നൈക്ക് അടുത്ത് മൈലാപ്പൂരിൽ അവിടെ ഇന്ന് സെന്റ് തോമസ് മൗണ്ട് എന്നൊക്കെ അറിയപ്പെടുന്ന ആ സ്ഥലത്ത് സെന്റ് തോമസ് കൊല്ലപ്പെടുന്നതായിട്ട്, സുവിശേഷ വിരോധികളാൽ കൊല്ലപ്പെടുന്നതും, അങ്ങനെ അങ്ങനെ എല്ലാ അപ്പോസ്തലന്മാരും ഈ 12 അപ്പോസ്തലന്മാരിൽ യോഹന്നാൻ അപ്പോസ്തലൻ ഒഴികെ എല്ലാ അപ്പോസ്തലന്മാരും ശിരച്ഛേദ എല്ലാവരും രക്തസാക്ഷികളാകുന്നത് ആ ചരിത്രം രേഖപ്പെടുത്തുന്ന കാര്യം. യോഹന്നാൻ അപ്പോസ്തലനെ അവർ കൊല്ലാൻ നോക്കി, അവര് തിളയ്ക്കുന്ന എണ്ണയിലേക്ക് എടുത്തിട്ട് കൊല്ലാൻ നോക്കിയെങ്കിലും ദൈവം അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുത്തി. പിന്നീട് 90-ലേറെ വയസ്സുള്ള ഇപ്പൊ ഇന്ന് നമ്മൾ 90-ലേറെ വയസ്സുള്ള ഒരാളെ കണ്ടാൽ തന്നെ നമുക്ക് സഹതാപം തോന്നും, അല്ലേ? ചിലപ്പം എഴുന്നേറ്റ് നടക്കാനോ പിടിക്കാനോ ഒന്നിരിക്കാനോ ഒക്കെ എല്ലാത്തിനും ഒരു സഹായം വേണ്ട ആളെ. എന്നാൽ 90-ലേറെ വയസ്സുള്ള ആ യോഹന്നാൻ അപ്പോസ്തലനെ ഒരു പത്മോസ് എന്ന് പറയുന്ന ഒരു ബാരൻ ഐലൻഡിലേക്ക്, ഒരു ഊഷര ഭൂമിയിലേക്ക്, ഒരു ദ്വീപിലേക്ക്, മധ്യധരണിയാഴി മെഡിറ്ററേനിയൻ സീയിലുള്ള ഏജിയൻ കടലിൽ അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഏജിയൻ കടലിലുള്ള മധ്യധരണിയാഴി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏഷ്യയ്ക്കും യൂറോപ്പിനും ഇടയ്ക്കുള്ള ഒരു മധ്യധരണിയാഴി, അതിൻ്റെ ഒരു ഇലോങ്ങേറ്റഡ് എംബേയ്മെൻ്റ് ഒക്കെയാണ് ഏജിയൻ കടൽ എന്ന് പറഞ്ഞാൽ. ആ ഏജിയൻ കടലിൽ ഉള്ള ഒരു വളരെ റോക്കി ബാരൻ ഐലൻഡ്, ഒത്തിരി പാറക്കെട്ടുകളൊക്കെ നിറഞ്ഞ ഒരു വരണ്ട ഒരു ദ്വീപായിരുന്നു പത്മോസ്. ആ പത്മോസിലായിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളങ്ങനെ വരുന്നെങ്കിൽ ദൈവത്തോട് പരാതിയും വെറുപ്പോ, ദൈവത്തിന് വേണ്ടി ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് എന്നെ കൊണ്ടാക്കി വെച്ചേക്കുന്നുണ്ടല്ലേ, ഇതാണോ എനിക്ക് തരുന്ന ട്രീറ്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മളാണെങ്കിൽ ദൈവത്തോട് കയർത്തേനല്ലേ. പക്ഷെ യോഹന്നാന് അങ്ങനെ ആയിരുന്നല്ലേ. യോഹന്നാന് ആത്മവിവശനായി എന്നൊക്കെയാണ് നമ്മളവിടെ വെളിപാട് പുസ്തകം, നമ്മൾ വെളിപാട് പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് ഇപ്പം വന്നതിൻ്റെ 1-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ ഐ വാസ് ഇൻ ദി സ്പിരിറ്റ്, ഞാൻ ആത്മാവിലായിരുന്നു, ആത്മവിവശനായി എന്ന മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. ആത്മാവിന് അധീനനായി എന്നാണ് അവിടെ ശരിക്കുള്ള. വിവശനായി എന്ന് പറയുമ്പോൾ എന്തോ ക്ഷീണിച്ചു പോയി എന്നുള്ള ഒരു അർത്ഥമല്ല. എൻ ന്യൂമ എന്ന് പറഞ്ഞാൽ സ്പിരിറ്റ്. ന്യൂമോണിയ എന്ന് പറഞ്ഞാൽ ലങ്സിനെ ബാധിക്കുന്ന അസുഖമാണല്ലോ ന്യൂമോണിയ. ലങ്സ് ആണല്ലോ ബ്രത്ത്, ശ്വാസമായിട്ട് ബന്ധപ്പെട്ട. ന്യൂമ എന്ന് പറഞ്ഞാൽ ആത്മാവ്, ശ്വാസം, കാറ്റ് എന്നൊക്കെയുള്ള അർത്ഥമുള്ള ഒരു വാക്കാണ് ന്യൂമ. ആ ന്യൂമ അത് ഗ്രീക്കിലാണല്ലോ ആദ്യം പുതിയ നിയമം എഴുതപ്പെടുന്നത്. ഇപ്പം ഇൻ ന്യൂമ എന്ന് പറഞ്ഞാൽ ഇൻ ദ സ്പിരിറ്റ്, ഐ വാസ് ഇൻ ദ സ്പിരിറ്റ് എന്ന് എഴുതിയിരിക്കുന്നത്. മലയാളത്തിൽ സത്യവേദ പുസ്തകത്തിൽ ആത്മവിവശനായി എന്ന് പറയുമ്പോൾ ആത്മാവിന് അധീനനായി എന്ന് അവിടെ കുറച്ചുകൂടെ, അല്ലെങ്കിൽ ആത്മാവിലായിരുന്നു എന്നാണ് അവിടെയുള്ള ട്രാൻസ്ലേഷൻ വേണ്ടത്. നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലായിരുന്നപ്പം, ഞാൻ ഈ ആദ്യ സ്നേഹത്തിലേക്ക് വരുവാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലായിരുന്നപ്പം കർത്താവിൻ്റെ ശബ്ദം എങ്ങനെ കേട്ടെന്ന, കാഹളധ്വനിയായിട്ട് കേട്ടു. അതുപോലെ വ്യക്തമായിട്ട്, അത്ര ശക്തമായിട്ട് കർത്താവിൻ്റെ ശബ്ദം ആ വെളിപാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിക്കുവാണെങ്കിൽ, കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. അത് കഴിഞ്ഞിട്ട് നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ 11-ാമത്തെ വാക്യമാണ്. എവിടെ നമ്മളുള്ളത്? വെളിപാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങൾ. ഇവിടെ എനിക്ക് ഞങ്ങളുടെ ലിറ്റിൽ ഓഡിയൻസ് ഇവിടെ ഉണ്ട്. എന്റെ പറഞ്ഞു എടുത്തേക്കട്ടെ. വെളിപ്പാട് ഏറ്റവും അവസാനത്തെ പുസ്തകം കേട്ടോ. ബൈബിൾ ഉണ്ടെങ്കിൽ എടുത്തോ. അതെ. അതായത് നിങ്ങൾക്ക് മിക്കവർക്കും എന്തായാലും പുതിയ നിയമമെങ്കിലും കാണുമായിരിക്കും. പുതിയ നിയമത്തിലെ ഏറ്റവും അവസാനത്തെ പുസ്തകമാണ് വെളിപ്പാടിന്റെ പുസ്തകം. അതൊരു പ്രവചന പുസ്തകമായതുകൊണ്ട് അത് ഏറ്റവും അവസാനത്തെ പുസ്തകമായിട്ട്, സുവിശേഷങ്ങളും ചരിത്ര പുസ്തകമായിട്ടുള്ള അപ്പോസ്തല പ്രവൃത്തികളും കഴിഞ്ഞ് പിന്നെ ലേഖനങ്ങളെല്ലാം കഴിഞ്ഞ് അവസാനത്തെ പുസ്തകമായിട്ട് വെളിപ്പാട്
അത് ഈ ഏറ്റവും അവസാനം എഴുതപ്പെട്ട ഒരു പുസ്തകമായിട്ടും വെളിപ്പാട് പുസ്തകം കരുതപ്പെടുന്നു. ചില ചരിത്രകാരന്മാർ പറയുന്നു ഒന്ന് യോഹന്നാൻ ഏറ്റവും അവസാനമായിട്ട് എഴുതപ്പെട്ട പുതിയ നിയമ പുസ്തകം എന്ന് പറയുന്ന ചരിത്രകാരന്മാരും ഉണ്ട്. വെളിപ്പാട് പുസ്തകമാണ് ഏറ്റവും അവസാനപ്പെട്ട എന്നുവെച്ചാൽ ഏറ്റവും അവസാനപ്പെട്ട് എഴുതപ്പെട്ട ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. 90 94 ആ AD ആ കാലയളവിലൊക്കെയാണ് ഈ 94 മുതൽ 96 വരെയുള്ള കാലയളവിൽ നിന്നൊക്കെയാണ് ഈ വെളിപ്പാട് പുസ്തകം എഴുതപ്പെട്ടതായിട്ടൊക്കെ ചരിത്രം പറയുന്നത്. അപ്പം ആ അവസാനത്തെ പുസ്തകത്തിന്റെ ആദ്യത്തെ അധ്യായത്തിന്റെ 10ാമത്തെ വാക്യത്തിൽ ആത്മാവിൽ നിറഞ്ഞ അതായത് താന് വലിയ കഷ്ടതയിലാണ് ഇപ്പം. എന്താ എല്ലാവരെല്ലാം ഒറ്റപ്പെട്ട് ഇവിടെ താൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഈ വയസ്സുന്ന കാലത്ത്. എന്തെങ്കിലുമൊക്കെ ഒന്ന് കുഞ്ഞുകൂടി സുഖമായിട്ട് എന്തെങ്കിലും പറഞ്ഞ് അവിടെ സുഖമായിട്ട് താമസിക്കാമായിരുന്നു അപ്പോസ്തലന്. അപ്പോസ്തലന് യോഹന്നാൻ എന്താ അപ്പോഴും കർത്താവിന് വേണ്ടി ബിക്കോസ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് ഹിസ് ടെസ്റ്റിമണി ഐ വാസ് പെർസിക്യൂട്ടഡ് എന്ന് അവിടെ പറയുന്നുണ്ട്. അതായത് നമ്മൾ വചനത്തിനായിട്ടും കർത്താവിന്റെ സാക്ഷ്യത്തിനായിട്ടും നിൽക്കുമ്പോഴാ എന്ത് വരുന്നേ, എന്താ അവിടെ കഷ്ടത വരുന്നത്, പെർസിക്യൂഷൻ വരുന്നത്. നമ്മളവിടെ വായിക്കുന്നുണ്ട് അതിൻ്റെ 9ാമത്തെ വാക്യത്തില് പാർട്ടേക്ക് ഇൻ ദ ട്രിബുലേഷൻ നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. എന്തുകൊണ്ട് പത്മോസ് ദ്വീപിലോട്ടായത്? താൻ എന്തെങ്കിലും കുറ്റം ചെയ്തുകൊണ്ടോ എന്തെങ്കിലും അപരാധം ചെയ്തുകൊണ്ടോ എന്തെങ്കിലും കേസിൽ ഇന്നത്തെ പോലെ എന്തെങ്കിലുമൊക്കെ കേസിലകപ്പെടാൻ തക്കവണ്ണം എന്തെങ്കിലും ചെയ്തുകൊണ്ടോ ഒന്നും ആണോ? അല്ല, ദൈവവചന നിമിത്തം, ദൈവവചനത്തിനായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ അവിടെ ഒരു ഉപദ്രവമുണ്ട്. ഇപ്പം തന്നെ മാഡം എൻ്റെ വൈഫിൻ്റെ സാക്ഷിയൊക്കെ ഒന്ന് സൂചിപ്പിച്ചായിരുന്നു. നിങ്ങൾ ഇങ്ങനെ ശ്രീലയുടെ സാക്ഷിയൊക്കെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കേട്ടല്ലോ. ഈവൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ അതുപോലെയൊക്കെയുള്ള ചില അനുഭവങ്ങൾ, നിങ്ങൾ പലരും അതുപോലുള്ള അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരുണ്ടെന്ന് എനിക്കറിയാം. എന്ന് വെച്ചാൽ നമ്മൾ കർത്താവിനായിട്ട്, കർത്താവിൻ്റെ വചനത്തിനായിട്ട്, പാരമ്പര്യത്തിനൊക്കെ എതിരായിട്ടൊക്കെ നമ്മൾ നിൽക്കുമ്പം നമുക്ക് മനസ്സിലായിട്ടുള്ള ആ ഒരു സത്യത്തിന് വേണ്ടി നമ്മളൊരു നിലപാട് എടുക്കുമ്പോൾ അവിടെ ഒരു കഷ്ടതയുണ്ട്. അവിടെ പക്ഷെ നമ്മൾ അതും ശരി ഇതും ശരി എല്ലാം ശരി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മളെ ആരും ഉപദ്രവിക്കാൻ വരത്തില്ല. അതും നോക്കിക്കോ ഇതും നോക്കിയോ, നീ അവിടെയും പോയിക്കോ ഇവിടെയും പോയിക്കോ, എല്ലാം ശരിയെന്ന് പറയുവാണെങ്കിൽ എല്ലാ നദികളൊക്കെ ഒഴുകി ഒരു കടലിലോട്ട് എത്തിച്ചേരും എന്നൊക്കെ പറയുന്നുള്ള തത്വത്തിന്റെ മാതിരി അങ്ങനെ ഇരിക്കുവാണെങ്കിൽ ആരും നമ്മളെ ഉപദ്രവിക്കാൻ വരത്തില്ല, ആരും നമ്മളെ കളിയൊക്കെ ഒറ്റപ്പെടുത്തുന്നൊന്നുമില്ല. പക്ഷെ നമ്മൾ കർത്താവിന്റെ വചനം, കർത്താവിന്റെ വചനത്തില് 2 4.1 ആണെന്ന് പറഞ്ഞാൽ നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ ഒക്കൂ, അല്ലെങ്കിൽ 3.9999 ആണെന്ന് പറഞ്ഞാലും സമ്മതിച്ചു കൊടുക്കാൻ ഒക്കത്തില്ല. ട്രൂത്ത് ഈസ് വെരി നാരോ. സത്യം വളരെ ഇടുങ്ങിയതാ. 2+2 = 4 ഉള്ളി. അല്ലാതെ 4.00001 എന്ന് പറഞ്ഞാലും 3.9999 എന്ന് പറഞ്ഞാലും നോട്ട് എക്സാക്ട്ലി എന്ന് പറയുന്ന പോലെ ട്രൂത്ത് ഈസ് വെരി നാരോ എന്ന് പറഞ്ഞാൽ സത്യം അത് നിങ്ങൾ ഇത്ര നാരോ മൈൻഡഡ് ആണ്, യേശു മാത്രമേ വഴിയായിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ശരിയാണ്. എന്താ ചെയ്യുന്നത് ഇപ്പം? അതായത് എനിക്ക് ഒരച്ഛനേ ഉള്ളൂ എന്നൊക്കെ പറയുന്നത് പോലെ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവരും നോക്കി എല്ലാവരും കണ്ട് നമ്മൾ അയ്യോ എല്ലാവരും നമ്മൾ ചെന്ന് പിതാവിന്നോ അച്ഛമ്മ എന്ന് വിളിക്കൂ? ഇല്ല, നമുക്കൊരു ഭൂമിയിൽ ഒരു പിതാവ് എന്ന് പറയുന്നത് പോലെ ഒരു ദൈവമേ ഉള്ളൂ. എല്ലാത്തിനെയും വിളിച്ച് അതിന് അവർക്കെല്ലാം നമ്മുടെ പിതൃത്വം കൊടുക്കുന്നത് അല്ല യഥാർത്ഥത്തിലുള്ള സത്യം. യഥാർത്ഥത്തിൽ നമ്മൾ ജനിപ്പിച്ച നമുക്ക് ജീവൻ തന്ന ആ ഒരു ദൈവം, സ്വർഗസ്ഥനായ നമ്മളുടെ പിതാവ്, ആ ദൈവം, ആ സത്യദൈവം, ആ ദൈവം പുത്രൻ, ആ ദൈവത്തിന്റെ വചനം ഭൂമിയിൽ മനുഷ്യനായിട്ട് അവതരിച്ച തൃത്വത്തിലെ രണ്ടാമനായ ക്രിസ്തു, ആ ക്രിസ്തുവിന്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവ്, ഈ തൃത്വ ദൈവം, ഈ ത്രിയേക ദൈവം, അവിടുന്ന് മാത്രമാണ് സത്യദൈവം എന്ന് പറയും. ആ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ അനുഭവിച്ച ആ സാക്ഷ്യം, അനുഭവിച്ച ആ ഒരു കർത്താവിന്റെ ആ സത്യവും കർത്താവിന്റെ ആ ഒരു അതിനുവേണ്ടിയുള്ളൊരു നിലപാട് നമ്മൾ എടുക്കുമ്പോൾ എന്താ, നമ്മൾ 9ാമത്തെ വാക്യം, ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യം നിമിത്തവും പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. ദൈവവചനം, ബിക്കോസ് ഐ സ്പോക്ക് ദ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് ഐ ലിവ്ഡ് അപ് ടു ജീസസ് ടെസ്റ്റിമണി. യേശുവിന്റെ സാക്ഷ്യം പോലെ, യേശു ജീവിച്ചതുപോലെ യോഹന്നാൻ അങ്ങ് ജീവിക്കാൻ തുടങ്ങി. യേശു നടന്നതുപോലെ നിങ്ങൾ ഒരുവൻ ക്രിസ്തുവിലാകുന്നു എന്ന് പറയുന്നെങ്കിൽ യേശു നടന്നപോലെ നിങ്ങൾ നടക്കേണ്ടതാകുന്നു. ഇതേ യോഹന്നാൻ അപ്പോസ്തലൻ തന്നെ 1 യോഹന്നാൻ 2:6 പറയുന്നുണ്ട്. ഞാൻ എല്ലാ വാക്യത്തിലൂടെ അങ്ങ് പോകുന്നില്ല, നിങ്ങൾക്ക് ആ വേഴ്സസ് റെഫറൻസ് ഒക്കെ എഴുതി വെക്കാം, പിന്നീട് അത് ചെന്ന് നോക്കാം. 1 യോഹന്നാൻ 1 John 2:6 പറയുന്നുണ്ട്, ഇഫ് എനിവൺ സേസ് ദാറ്റ് ഹി അബൈഡ്സ് ഇൻ ക്രൈസ്റ്റ് ഹി ought to walk in the same manner as Jesus walked. യേശു നടന്നപോലെ നടക്കണം. യേശു നടന്നപോലെ അതുപോലെ ആ ഒരു നിർമ്മലതയോടെ, താഴ്മയോടെ, എന്നാൽ കാർക്കശ്യത്തോടെ, തീക്ഷ്ണതയോടെ, പാരമ്പര്യത്തിനെതിരെയും പാപത്തിനെതിരെയൊക്കെ ഒരു വലിയ തീക്ഷ്ണതയും നിലപാടും ഒക്കെ എടുത്ത്
മനുഷ്യരെ ഭയക്കാതെ മനുഷ്യർക്ക് നന്മ ചെയ്തുകൊണ്ട് അവരെ അനുഗ്രഹിച്ചുകൊണ്ട് യേശു ജീവിച്ചതുപോലെ യേശു നടന്നതുപോലെ തന്നെ ഈ ശിഷ്യനായിട്ടുള്ള യോഹന്നാൻ അപ്പോസ്തലനും അങ്ങ് നടന്നു. അങ്ങനെ യേശുവിനെ നമ്മൾ ദൈവഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഏവനും എന്ത് ചെയ്യും? നമുക്ക് പത്മഭൂഷണം പിന്നെന്താ നോബൽ സമ്മാനം എല്ലാം കിട്ടുമെന്നാണ് പറയുന്നത്. യേശുവിനെ പോലെ യേശുവിന് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും എന്ത് കിട്ടുമെന്ന്, എന്ത് അവാർഡാണ് കിട്ടുന്നതെന്ന് 2 തിമോത്തിയോസിൽ പറയുന്നുണ്ട്. നമുക്ക് പത്മഭൂഷണാണോ പത്മശ്രീയാണോ ഏത് അവാർഡാണെന്ന് നോക്കാൻ 2 തിമോത്തിയോസിന് എഴുതിയ 2ാമത്തെ ലേഖനത്തിൽ അതിൻ്റെ 3-ാം അധ്യായത്തിന് 12ാമത്തെ വാക്യം, അവിടെ നമുക്ക് കിട്ടുന്ന അവാർഡ് എന്താന്ന് പറയുന്നത്. ഏത് ഭൂഷണാണ് നമുക്ക് കിട്ടുന്നത്? ഒരു ഭൂഷണമല്ല, മറിച്ച് ഉപദ്രവം, പെർസിക്യൂഷൻ. അതെ, വായിച്ചാട്ടെ. എന്നാൽ ക്രിസ്തുയേശുവിൽ എന്നാ ഞാൻ അതിലെല്ലാം കർത്താവ് എന്നെ വിടുവിച്ചു. എന്നാൽ ക്രിസ്തുയേശുവിൽ ശക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും. അതെ, ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കുവാൻ മനസ്സുള്ളവർക്കെല്ലാം എന്താ? ഉപദ്രവം ഉണ്ടാകും. ദേ വിൽ ബി പെർസിക്യൂട്ടഡ്, ദേ മേ ബി പെർസിക്യൂട്ടഡ് എന്നല്ല, ദേ വിൽ ബി. ഇപ്പൊ നമ്മൾ ചിലപ്പോൾ 1-ാം നൂറ്റാണ്ടിലെ പോലെയുള്ള അതുപോലുള്ള ഉപദ്രവമൊന്നും ചിലപ്പോൾ നമ്മൾ സഹിക്കുന്നുണ്ടാവില്ല. അത് നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വേറെ രീതിയിലായിരിക്കും. ഇപ്പോൾ ഒരുപക്ഷെ നോർത്ത് ഇന്ത്യയിലേക്കുള്ള നമ്മുടെ സഹോദരങ്ങൾ, അല്ലെങ്കിൽ വേറെ പല റഷ്യയിലും ചൈനയിലേക്കുള്ള സഹോദരങ്ങൾ അതുപോലുള്ള ഉപദ്രവത്തിലൂടെയൊക്കെ കടന്നു പോകുന്നിട്ടുണ്ട്. പക്ഷെ നമ്മളുടേതായിട്ടുള്ള ആ ഒരു തലത്തിൽ ചിലപ്പം ചില ഒറ്റപ്പെടലുകളായിരിക്കും, ചില കളിയാക്കലുകളായിരിക്കും, ചില പ്രയാസങ്ങൾ, ചില ഫേവറുകൾ നമുക്ക് ഇല്ലാതാക്കുന്നത് എല്ലാവരും നമ്മളെ അങ്ങ് അല്ലെങ്കിൽ അതുപോലെ നമുക്കെതിരായിട്ട് ആൾക്കാരങ്ങ് തിരിയുന്നു, ചിലപ്പം ഭീഷണി സ്വരം മുഴക്കുന്നു, അതുപോലെയൊക്കെ ചിലർക്ക് അടിയിടിയൊക്കെ കൊള്ളേണ്ട വരുന്നു. അതുപോലെയൊക്കെയുള്ള പലതരത്തിലുള്ള ഇപ്പം പല സഹോദരിമാർക്ക് അവര് വിശ്വാസത്തിന് വേണ്ടി, എനിക്ക് തന്നെ അറിയാം, ഈവൻ ഞങ്ങളുടെ ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ സാക്ഷിയൊക്കെ ഈ കുറച്ച് യൂട്യൂബ് ചാനൽസിലൊക്കെ കുറച്ച് വൈറൽ പോലെയൊക്കെ ആയപ്പോഴത്തേക്കും പലരും ഒക്കെ കേട്ട് പല സഹോദരിമാർ പലയിടത്തു നിന്നൊക്കെ വിളിക്കാൻ തുടങ്ങി. അയ്യോ ഡോക്ടറെ, ഞങ്ങളുടെ സാക്ഷ്യം തന്നെ നിങ്ങളും പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഞങ്ങൾ ഇതുപോലെ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭർത്താവ് പ്രാർത്ഥിക്കാൻ വിടത്തില്ല, ഒരു കൂട്ടായ്മയ്ക്കും വിടത്തില്ല, ഞങ്ങളിങ്ങനെ രഹസ്യമായിട്ട് കർത്താവിനെ വിളിച്ച് അപേക്ഷിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ. ഇപ്പം പലയിടത്തു നിന്ന്, കേരളത്തിന് വെളിയിൽ നിന്നും കേരളത്തിന് ഉള്ളിൽ നിന്നും ഒക്കെ പലയിടത്തു നിന്നുള്ള ആൾക്കാർ അതൊക്കെ കേട്ട് അത് അവർക്ക് ഉത്സാഹമായിട്ട് അതുള്ളതാണ്. നമ്മളിപ്പോൾ ഈവൻ ക്രിസ്തീയ പാരമ്പര്യത്തിൽ ജനിച്ച് വളർന്നവർക്ക് പോലും ആ ഒരു കർത്താവിനായിട്ട് ഒരു സ്റ്റാൻഡ് എടുക്കുമ്പോൾ അതിൻ്റെതായ രീതിയിലുള്ള പല ഒപ്പോസിഷനും പല എതിർപ്പുകളും കാര്യങ്ങളും ഒക്കെ പലർക്കും നേരിടുന്നതായിട്ട് നമുക്കറിയാം. പിന്നെ ഈവൻ നമ്മൾ സത്യസന്ധമായിട്ട് പല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ സത്യസന്ധതയോ നീതിയോ ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ഇവർ വലിയ നീതിമാന്മാർ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അവർക്ക് നമ്മളോട് ഭയങ്കര കലിയായിരിക്കും. അപ്പം അങ്ങനെയൊക്കെയുള്ള ആ കാര്യങ്ങൾ നമ്മൾ നടക്കുന്നത്. അപ്പം അങ്ങനെ ദൈവവചനവും നമ്മൾ തിരിച്ച് വെളിപാട് പുസ്തകം നമ്മൾ ആദ്യ സ്നേഹത്തിലേക്ക് വരുവാണ്. വെളിപാട് പുസ്തകം, അപ്പം അതിനു മുമ്പ് ഈ യോഹന്നാൻ അപ്പോസ്തലനെ നമുക്കൊന്ന് പരിചയപ്പെടുത്തിയതാ. യോഹന്നാൻ അപ്പോസ്തലൻ കർത്താവിനെ മറുപടി ചാരിയിരുന്ന യോഹന്നാൻ അപ്പോസ്തലനെ നമ്മൾ സുവിശേഷങ്ങളിൽ കണ്ടിട്ടുണ്ട്. ആ യോഹന്നാൻ അപ്പോസ്തലൻ തന്നെ അക്ഷരികമായിട്ട് കർത്താവിന് മറുപടി ചാരിയിരുന്ന യോഹന്നാൻ അപ്പോസ്തലൻ തന്നെ പിന്നീട് യേശുക്രിസ്തു അങ്ങ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തതിന് ശേഷവും ആത്മീയമായിട്ട് കർത്താവിൻ്റെ മറുപടി ചാരിയിരുന്ന കർത്താവിനെ പോലെ കർത്താവ് നടന്നതുപോലെ നടന്നു. കർത്താവ് ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുകയും ചെയ്യുന്നതുപോലെ ആ ഒരു സ്നേഹത്തിന് അപ്പോസ്തലനായിട്ട് യോഹന്നാൻ അപ്പോസ്തലൻ നടന്നു. അപ്പം അതുകൊണ്ട് കർത്താവിന് വേണ്ടി ഒരു നിലനിൽപ്പ് ഒരു കാര്യം ചെയ്തതുകൊണ്ട് ഇതേ യോഹന്നാൻ അപ്പോസ്തലൻ അവൻ ചെറുപ്പമായിരുന്നപ്പം ആ കർത്താവ് ക്രൂശിക്കപ്പെട്ട് പുനരുദ്ധാനം ചെയ്ത് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത് ആ ഒരു തുടക്കത്തിൽ തന്നെ പത്രോസിനെ യോഹന്നാനെയും പിടിച്ച് അടിക്കുന്ന രംഗമൊക്കെ നമുക്ക് അപ്പോസ്തലപ്രവൃത്തിയിലെ 5-ാം അധ്യായത്തിൽ കാണാനൊക്കും. ഞാൻ അപ്പോസ്തലപ്രവൃത്തി 4-ലും 5-ലും ഉള്ള ഓരോ വാക്യങ്ങളൊന്നും പറഞ്ഞോട്ടെ. അവിടെ ഞാൻ ഈ ആദ്യ സ്നേഹം എന്നുള്ള ആ ഒരു ടോപ്പിക്കിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് അപ്പോസ്തലനെ അത് പരിചയപ്പെടുത്തുവാണേ. അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായത്തിൽ പത്രോസിനെ യോഹന്നാനെയൊക്കെ വിളിച്ച് നിങ്ങൾ ഇനി യേശുവിന്റെ നാമത്തിലൊന്നും പറഞ്ഞു പോയേക്കരുത്, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം പോക്ക എന്നുള്ള രീതിയിൽ അവിടെ ആരാ ഈ യഹൂദ മത മേധാവികളൊക്കെ ഇവരെ വിളിച്ച് പത്രോസിനെയും യോഹന്നാനെയും പ്രൊഫഷൻ എന്തായിരുന്നു? അവര് ഏറ്റവും PhD വലിയ സ്കോളേഴ്സൊക്കെ ആയിരുന്നു? അല്ല, അവര് മുക്കുവന്മാരായിരുന്നു, അവര് മീൻപിടുത്തക്കാരായിരുന്നു. അവര് വളരെ സാധാരണക്കാരില്ല, വളരെ അൺഎഡ്യൂക്കേറ്റഡ് അൺട്രെയിൻഡ് മെൻ ആയിരുന്നു എന്നൊക്കെ അവിടെ തന്നെ ആ 4:13 തന്നെ പറയുന്നുണ്ട്. അവിടെ ഇവരൊക്കെ വിളിച്ച് ഇതുപോലെ വലിയ ഭീഷണിയും കാര്യങ്ങളൊക്കെ മുഴക്കുന്ന സമയത്ത് അവിടെ നമ്മൾ വായിക്കുന്ന അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായത്തിലേക്ക് വരുമ്പം അതിന്റെ 4-ന്റെ 5-ാമത്തെ പിറ്റേന്നാൾ അവരുടെ പ്രമാണികളും മൂപ്പന്മാരും ശാസ്ത്രന്മാരും യെരൂശലേമിൽ ഒന്നിച്ചുകൂടി മതമേധാവികളെല്ലാം കൂടെ ഭയങ്കര കൗൺസിൽ യോഗം, ഭയങ്കര വലിയ വലിയ ആൾക്കാർ. അവിടെ മഹാപുരോഹിതനായ ഹന്നാവും കയ്യഫാവും അവരൊക്കെ യേശുവിനെ ക്രൂശിക്കാൻ വേണ്ടി മുമ്പിൽ നിന്ന ആൾക്കാർ. ഹന്നാവും അത് യേശുവിനെ ക്രൂശിച്ചിട്ടും പോരാ, ഇപ്പം ഇവിടെ
കുറെ എണ്ണങ്ങൾ ഇത് പിന്നെയും ഇങ്ങനെ ഈ ഇങ്ങനെ പടച്ചു വിട്ടോണൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ ഇവരെയും കൂടി ഇനിയിപ്പോൾ എന്തെങ്കിലും ഒന്ന് വക വരുത്തണം, അല്ലെങ്കിൽ പിന്നെ യേശുവിനെ മാത്രം ക്രൂശിച്ചിട്ട് യേശുവിനെ ക്രൂശിക്കുമ്പോഴത്തേക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു എന്ന് അവർ വിചാരിച്ചു. പക്ഷെ ഇതൊക്കെ കാര്യങ്ങളെല്ലാം തുടങ്ങിയതേ ഉള്ളൂ എന്ന് അപ്പോഴവർക്ക് മനസ്സിലായത്. അപ്പോൾ ഹന്നാവും കയ്യഫാവും ഇവരിൽ കൂടെ അപ്പൊ യേശുവിനോട് ഒത്തിരി അത്ഭുതങ്ങളൊക്കെ നടന്നു. എല്ലാവരും യേശുവിനോട് കൂടെ പോയി അവരെ അപ്പാടെ തല കൈവച്ചു. അപ്പൊ യേശുവിനെ അങ്ങ് ഇല്ലാതാക്കിയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചപ്പോൾ ഇതിപ്പം 12 പേരും കൂടെ അപ്പൊ അത്ഭുതങ്ങളും 12 പേരിൽ 11 പേരും മത്യാസിനെ കൂടെ ചേർത്തെങ്കിൽ 11 പേരും ഇങ്ങനെ അത്ഭുതങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്യും. ഇതെല്ലാം അങ്ങ് കൂടി വരുവാണല്ലോ. ഇപ്പം 3000-ഓളം പേര് ഒരുമിച്ച് സ്ഥാനപ്പെടുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടും അത് 2-ാം അധ്യായത്തിൽ 3000-ഓളം ഒരുമിച്ച് സ്ഥാനപ്പെടുന്നു. പിന്നെ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഈവൻ 4-ാം അധ്യായത്തിന്റെ ഇപ്പൊ 4-ാമത്തെ വാക്യം 4-ലേക്ക് വരുമ്പോഴത്തേക്ക് എന്താ എന്നാൽ വചനം കേട്ടവരിൽ പലരും വിശ്വസിച്ചു. പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000-ഓളം ആയിരുന്നു. പുരുഷന്മാരുടെ എണ്ണം 5000-ഓളം ആയിരുന്നെങ്കിൽ സ്ത്രീകളുടെ എണ്ണം മിക്കവാറും 10,000-ഓളം ആയിരിക്കും എന്ന് വെച്ചാൽ നമ്മുടെ കൂട്ടായ്മകളൊക്കെ നോക്കിയാൽ സഹോദരിമാരാണ് കൂടുതൽ. അതിപ്പോ നമ്മുടെ ചേർച്ചിലാണെങ്കിലും പിന്നെന്താ ഈവൻ ഞങ്ങളുടെയൊക്കെ CMF എന്ന് പറയും, ക്രിസ്ത്യൻ മെഡിക്കൽ ഫെലോഷിപ്പ്, മെഡിക്കൽ കോളേജിലുള്ള ഫെലോഷിപ്പ് സ്ത്രീജനമായിരിക്കും കൂടുതൽ. അതിന്റെ കാരണം എന്ന് വെച്ചാൽ സ്ത്രീകള് ബലഹീനതയിലാണ് ദൈവത്തിന്റെ ബലം തികഞ്ഞു വരുന്നത്. സ്ത്രീകളെ ബലഹീന പാത്രങ്ങളായതുകൊണ്ട് അവർക്ക് കൂടുതൽ ദൈവത്തെ വിളിക്കാൻ പറ്റുന്നതുകൊണ്ട് അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് തീർച്ചയായിട്ടും സ്വർഗത്തിലും സ്ത്രീകളുടെ പോപ്പുലേഷൻ ആയിരിക്കും കൂടുതൽ. ഇന്ന് പലരും ഞാൻ സ്ത്രീയായിട്ട് ജനിച്ചല്ലോ എന്ന് പറയും. പക്ഷെ അന്ന് സ്വർഗത്തിൽ കർത്താവിന് മുമ്പാകെ നിൽക്കുമ്പോൾ ഞാൻ സ്ത്രീയായിട്ട് ജനിച്ചതായിട്ട് നന്ദി കർത്താവേ, അതുകൊണ്ടാണല്ലോ ഞാൻ ഇവിടെ എത്തിയത്. ബാക്കി പുരുഷന്മാരായിട്ട് നെഞ്ചു നിരൂപിച്ച് നടന്ന പലരും അവിടെ ഇപ്പം നരകത്തിൽ കിടക്കുവാണല്ലോ എന്ന് പറയേണ്ടവരും. ഞാൻ പറഞ്ഞ സ്ത്രീയായാലും 5000-ഓളം പുരുഷന്മാർ, അപ്പം 3000-ഓളം പേര് അപ്പോസ്തലർ 2-ാം അധ്യായത്തില് 2:41 വായിക്കുവാണെങ്കിൽ എന്താ 3000-ഓളം പേര് അന്ന് സ്ഥാനപ്പെട്ടതായിട്ട് വായിക്കുന്നു. 4-4 വായിപ്പത്തേക്ക് ഇവിടെ എണ്ണത്തിന് പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000-ഓളം ആയി. ബാക്കി സ്ത്രീകളുടെ എണ്ണമൊന്നും അവർക്ക് തിട്ടപ്പെടുത്താൻ പറ്റി കാണത്തില്ല. അതുപോലെ കാര്യങ്ങളൊക്കെ അങ്ങ് പോകുന്നു, കൈവിട്ട് പോകുന്നു. അപ്പോഴത്തേക്ക് ഇവരെല്ലാം കൂടെ വല്ലാതെ പ്രശ്നമായി. ഇവർക്കൊന്നും ഉറക്കമില്ല, ഇൻസോംനിയ. എന്താ അപ്പോസ്തലർ 4-ാം അധ്യായത്തിന് 6-ാമത്തെ വാക്യത്തിൽ ഹന്നാവും കയ്യഫാവും യോഹന്നാനും അലക്സണ്ടറും, ഈ നമ്മുടെ അപ്പോസ്തലൻ യോഹന്നാനല്ലേ, ഇത് മതമേധാവിയായിട്ടുള്ള ഒരു യോഹന്നാൻ, അലക്സാണ്ടറും മഹാപുരോഹിത വംശത്തിലുള്ളവർ ഒക്കെ, ഈ മഹാപുരോഹിതന്റെ വംശത്തിലുള്ള ഭയങ്കര അഹരോന്റെ വംശപാരമ്പര്യത്തിലൊക്കെ ഉള്ള വലിയ വലിയ മതമേധാവികൾ, അവർക്ക് വലിയ പാരമ്പര്യവും വലിയ കാര്യങ്ങളൊക്കെ പറയണം. അവരെല്ലാം കൂടെ ഒത്തുകൂടി എന്താ നിങ്ങൾ എന്തുകൊണ്ടാ ചെയ്യുന്നത്, ഏത് ശക്തി കൊണ്ട്, ഏത് നാമത്തിലാണ് നിങ്ങൾ ഇത് ചെയ്തു എന്ന് ചോദിച്ചു. 7-ാമത്തെ വാക്യത്തിൽ പത്രോസിനെ എന്താ അവിടെ പത്രോസ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ്, അതാ 8-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനായി അവരോട് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. ആ പുസ്തകത്തിൽ 4:12 എത്ര ശക്തിയോടെ പത്രോസ് അവിടെ പറഞ്ഞു. ഇന്ന് ആ പത്രോസ് പറഞ്ഞ വാക്യം ഒന്ന് കോട്ട് ചെയ്യാൻ തന്നെ പലർക്കും പേടിയാ. എന്താ മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. വേറൊരു നാമവും ഇല്ല. യേശുവിന്റെ ആ നാമത്തിലൂടെ രക്ഷയുള്ളൂ. നമ്മളിനി എന്തെല്ലാം വചനം എങ്ങനെയൊക്കെ നമ്മള് വലിച്ചു നീട്ടിയാലും ദൈവത്തിന്റെ വചനം വളരെ കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് നമ്മൾ വായിക്കുമ്പോൾ ഈ യേശുവിന്റെ നാമത്തിലൂടെ അല്ലാതെ വേറെ രക്ഷയില്ല. പക്ഷേ കർത്താവിന് വേറെ ഏതെങ്കിലും മാർഗം ഉണ്ടായിരുന്നെങ്കിൽ കർത്താവ് അത്രയും ഹീനമായിട്ടുള്ള ഒരു ക്രൂശ് മരണം സഹിക്കേണ്ടതായിട്ടില്ലായിരുന്നു. അത്രമാത്രം കഷ്ടപ്പെടേണ്ടതായിട്ടില്ലായിരുന്നു. അത്രമാത്രം ആ നിത്യനരകാഗ്നി, നമ്മൾ നിത്യമായിട്ട് സഹിക്കുന്ന നിത്യനരകാഗ്നി ആ 3 നാഴിക നേരം കൊണ്ട് ആ ക്രൂശിൽ സഹിച്ച് എടുക്കേണ്ട കാര്യമില്ലായിരുന്നു. വേറെ ഏതെങ്കിലും വഴി ഉണ്ടായിരുന്നെങ്കിൽ അത് കർത്താവിന് ചോദിക്കുന്നു, കർത്താവേ ഈ പാനപാത്രം കഴിയുമെങ്കിൽ നീങ്ങി പോകണമേ എന്ന് വെച്ചാൽ ആ പിതാവിനോടുള്ള കൂട്ടായ്മ ബ്രേക്ക് ആയി പോകുന്നു എന്നുള്ള കാര്യം യേശുവിന് ഉൾക്കൊള്ളാൻ പറ്റുന്നതിൽ അധികമായിരുന്നു. കർത്താവിന് അറിയാമായിരുന്നു താൻ അതിലേക്കാണ് വരുന്നത്. എങ്കിലും ആ ഒരു മനുഷ്യനെന്ന നിലയിൽ തനിക്ക് അത് താങ്ങാവുന്നതിൽ അധികമായിട്ടുള്ള കാര്യമാണ്. പിതാവേ എന്തെങ്കിലും വഴിയുണ്ടോ? അപ്പം എങ്കിലും എൻ്റെ ഇഷ്ടം പോലെ അല്ല അവിടുത്തെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞ് കർത്താവ് അതിന് വേണ്ടി അത്ര വലിയൊരു വില നൽകി നമ്മളെ വീണ്ടെടുത്തൊരു കർത്താവ്. അപ്പം ആ കർത്താവിൻ്റെ ആ ഒരു സ്നേഹത്തിലേക്ക് നമ്മൾ വരണം എന്നുള്ളൊരു ആദ്യ സ്നേഹത്തിലേക്ക് വരണം എന്നുള്ളൊരു കാര്യം നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പം ഞാൻ അതിൻ്റെ ആ ഒരു കോണ്ടെക്സ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ തന്നെ ഇത്രയും കൂടിപ്പോയെന്ന് എനിക്കറിയാം. യോഹന്നാൻ അപ്പോസ്തലൻ്റെ കാര്യമൊക്കെ പറഞ്ഞു വന്നപ്പം യോഹന്നാൻ അപ്പോസ്തലൻ അവൻ 90-ലേറെ വയസ്സായിരുന്നപ്പം പീഡിപ്പിക്കപ്പെടുന്ന കാര്യം നമ്മളിപ്പം വെളിപാട് പുസ്തകം 1-ാം അധ്യായത്തിൽ കണ്ടിരുന്ന യോഹന്നാൻ്റെ ഏകദേശം ഒരു 30 വയസ്സുണ്ടായിരുന്ന സമയത്ത്, അതായത് യോഹന്നാൻ AD 30 എന്ന് പറയുമ്പോൾ യോഹന്നാൻ 27
30-നടുത്ത് വയസ്സ് കാണും. കർത്താവ് ക്രൂശിക്കപ്പെടുമ്പോൾ 33.5 വയസ്സെന്ന് പറയുമ്പോൾ കർത്താവിനും പ്രായം കുറഞ്ഞവരായിരുന്നു കർത്താവിൻ്റെ ശിഷ്യന്മാരെന്നാണ് നമ്മുടെ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അന്ന് യഹൂദ റബിമാരെല്ലാം തങ്ങളെക്കാട്ട് പ്രായം കുറഞ്ഞവരെയായിരുന്നു ശിഷ്യന്മാരായിട്ട് തിരഞ്ഞെടുത്തിരുന്നത്. അപ്പം കർത്താവിനെക്കാട്ടിൽ പ്രായം കുറഞ്ഞവരായിരുന്നു പത്രോസും ബാക്കി എല്ലാ ശിഷ്യന്മാരും. ഒരുപക്ഷെ ഏറ്റവും യങ്ങസ്റ്റ് ആയിരുന്നിരിക്കണം യോഹന്നാൻ എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പം മേ ബി യോഹന്നാൻ ഒരു 20 കർത്താവ് ക്രൂശിക്കപ്പെടുമ്പോൾ 33.5 വയസ്സുണ്ടെങ്കിൽ പത്രോസിന് അതിനെക്കാട്ട് കുറവ് വയസ്സ്, യോഹന്നാനും ഒക്കെ ഒരു ഏകദേശം ഒരു 27, 28, 30 വയസ്സൊക്കെ ഒരു പ്രായമുള്ളൊരു ചെറുപ്പക്കാരൻ. ഒരുപക്ഷെ ആ പ്രായത്തിലുള്ളവരൊക്കെ ചിലപ്പോൾ ഇവിടെ കാണുമായിരിക്കും. 28-30 വയസ്സൊക്കെ കാണത്തുള്ളൂ. പക്ഷേ അവിടെ പത്രോസ് പരിശുദ്ധാത്മ നിറഞ്ഞവനായിട്ട് പറയും മറ്റൊരുത്തിനും രക്ഷയില്ല, ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മീതെ രക്ഷിക്കപ്പെടണമെന്നുണ്ടോ ഈ യേശുവിന് നാമേ ഉള്ളൂ എന്ന് അവരോട് അങ്ങ് തീർത്ത് പറയുകയും തീർത്ത് പറഞ്ഞപ്പോഴത്തേക്ക് അവരെന്ത് ചെയ്തു? ആ 13-ാമത്തെ വാക്യം, അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാൽ. ഈ മുഖവന്മാർക്ക്, ഈ മീൻപിടുത്തക്കാർക്ക്, ഇവർക്ക് വലിയ പഠിപ്പോ വിവരമോ, ഇവർ ബൈബിൾ കോളേജ് ട്രെയിനിങ്ങോ അല്ലെങ്കിൽ വലിയ വലിയ സ്വാധീനമോ ഒന്നും ഇല്ല, ഇവർക്ക് വലിയ പണമോ പത്രാസോ ഒന്നും ഇല്ല. പണമോ പത്രാസോ ഒന്നും ഇല്ല. എന്നാൽ പത്രോസിന് എന്തുണ്ടായിരുന്നു? കർത്താവ് ഉണ്ടായിരുന്നു. അത് നമ്മൾ വായിക്കുന്നത്. പത്രോസിന്റെ യോഹന്നാന്റെയും ധൈര്യം കാണുകയാൽ, ആ കോൺഫിഡൻസ്, അതാ ഒരു കോൺഫിഡൻസ്, ദി ഒബ്സർവ് ദ കോൺഫിഡൻസ് ഓഫ് പീറ്റർ ആൻഡ് ജോൺ. അങ്ങനെ കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ, ദേ അൺഎഡ്യൂക്കേറ്റഡ്, അൺട്രെയിൻഡ്, ഫോർമൽ ട്രെയിനിങ്ങോ വലിയ വലിയ പഠിപ്പോ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ പോലും എന്ന് ഗ്രഹിക്കുകയാൽ ആശ്ചര്യപ്പെട്ടു. എന്നിട്ട് അവർ തിരിച്ചറിഞ്ഞു അവർ യേശുവിനോട് കൂടെ ആയിരുന്നു എന്നും അറിഞ്ഞു. അതേ ബിഗാൻ ടു റെക്കഗ്നൈസ് ദം ആസ് ഹാവിങ് ബീൻ വിത്ത് ജീസസ്. അതിൻ്റെ ഒരു ആത്മീയ അർത്ഥം കൂടെ ഉണ്ടാവും. ഇവർ യേശുവിൻ്റെ കൂടെ ഉള്ളവരായിരുന്നുകൊണ്ട് യേശുവിനെ പോലുള്ള ഒരു ധൈര്യവും യേശുവിനെ പോലുള്ള ഒരു ആത്മീയ അധികാരത്തോടെ അവർ നിൽക്കുന്നത്. പലപ്പോഴും നമ്മൾ അതെ, യേശുവിൽ നിന്ന് നമ്മളങ്ങ് ഒത്തിരി അകന്നു പോകുമ്പോഴാണ് നമ്മുടെ ധൈര്യമൊക്കെ അങ്ങ് ഈ എന്താണ് പറയുന്നത്, കുടത്തിൽ ഒരു ഓട്ടയിട്ട വെള്ളമൊക്കെ ഇങ്ങനെ ചോർന്നു പോകും. അല്ലെങ്കിൽ ബലൂണിലൊരു ചെറിയൊരു കുത്തിയാൽ മതി, എല്ലാ ധൈര്യമൊക്കെ അങ്ങ് ചോർന്നു പോകുന്നത് പോലെ ചിലർക്കാണെങ്കിൽ പരീക്ഷ വരുമ്പോഴത്തേക്കും, ഇൻ്റർവ്യൂ വരുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ചിലപ്പം ചില പരിശോധനകൾ, ചില രോഗാവസ്ഥകളോ സാമ്പത്തിക ഞെരുക്കങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അതുവരെ ഉണ്ടാകുന്ന ധൈര്യവും കാര്യങ്ങളൊക്കെ അങ്ങ് ചോർന്നു പോകാൻ കാരണം എന്താ? നമ്മളങ്ങ് കർത്താവിൽ നിന്ന് അകന്നു പോവുക. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ എന്താണ്, ദൈവത്തോട് അകന്നാണോ പോകേണ്ടത്, അടുത്താണോ വരേണ്ടത്? പ്രശ്നം ദൈവത്തെയും നമ്മളെ അകറ്റുമല്ല വേണ്ടത്. ആ പ്രശ്നത്തിന്റെ ആ സമ്മർദ്ദം നമ്മളെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുക വേണ്ടത്. എന്ന് വെച്ചാല് നമുക്ക് ദൈവത്തിന് ഇടയിലായിട്ട് ഈ പ്രശ്നമെന്ന് നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുമല്ല വേണ്ടത്, മറിച്ച് നമ്മളെന്ന് അവിടെ താണുകൊടുത്ത ദൈവത്തിന്റെ ബലമുള്ള കരത്തിന്റെ കീഴിൽ താണിരിപ്പിൻ, അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തും. 1 പത്രോസ് 5-ന്റെ 6-ാമത്തെ വാക്യത്തിൽ അതാണ് നമ്മൾ വായിക്കുന്നത്. അപ്പം അങ്ങനെ ആ ഒരു പല സാഹചര്യങ്ങൾ, ശരിയാണ്, നമുക്ക് ഇഷ്ടമില്ലാത്ത ചില സാഹചര്യങ്ങൾ, ചില പ്രശ്നങ്ങൾ, ചില പ്രയാസങ്ങൾ, ചില ഞെരുക്കങ്ങൾ, ചില തെറ്റിദ്ധാരണകളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരുന്നു. ചിലർ നമ്മളെ കളിയാക്കുന്നു, ഒറ്റപ്പെടുത്തുന്നു. ചില സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, ചിലപ്പം ശാരീരികമായിട്ടുള്ളൊരു പല അസൗകര്യങ്ങളും അസ്വാരസ്യങ്ങളും അതുപോലെയൊക്കെയുള്ള പല പ്രയാസങ്ങളും ഒക്കെ, ഒരു വേദനകളും ഒക്കെ അതിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ അവിടെ അങ്ങ് നമ്മൾ ദൈവത്തിന് മുമ്പാകെ അങ്ങ് താണു കൊടുക്കുക. ഈ അതിസ്നേഹത്തിലേക്ക് വരുന്ന കാര്യം ഞാൻ പറഞ്ഞത്. അവിടെ അങ്ങ് ദൈവസ്നേഹത്തിലേക്ക്, ആ കർത്താവിൻ്റെ കരത്തിൻ്റെ കീഴിൽ അങ്ങ് താണു കൊടുക്കുമ്പം, കർത്താവ് ഇവിടെ ഞാൻ ഒരു 0 ആയിട്ടൊരു വട്ടപൂജ്യമായിട്ട് എന്നെ തന്നെ അങ്ങ് താഴ്ത്തുന്നു എന്ന് പറയുമ്പോഴാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വന്ന് നിറഞ്ഞ്, ദൈവസ്നേഹം, പരിശുദ്ധാത്മാവ് യഥാർത്ഥത്തിൽ നമ്മൾ വന്ന് നിറഞ്ഞ്, തികഞ്ഞ സ്നേഹം എന്തു പുറത്താക്കും? ഭയത്തെ പുറത്താക്കും. ഇതേ യോഹന്നാൻ അപ്പോസ്തലൻ തന്നെ 1 യോഹന്നാൻ 4:18 പറയുന്ന വാക്യം അത്. 1 യോഹന്നാൻ 4:18 തികഞ്ഞ സ്നേഹം, പെർഫെക്റ്റ് ലവ് കാസ്റ്റ് ഔട്ട് ഫിയർ. എല്ലാ ഭയം, നമ്മളെ പരിശുദ്ധാത്മ നമ്മുടെ ആത്മാവിലേക്ക് വന്ന് നിറഞ്ഞ്, നമ്മുടെ ദേഹിയിലേക്ക് വന്ന് നിറഞ്ഞ്, നമ്മുടെ ദേഹി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ്, വികാരങ്ങൾ, തീരുമാനങ്ങളെല്ലാം അടങ്ങുന്ന നമ്മുടെ ദേഹി, നമ്മളുടെ പ്രാണൻ, അതിൽ നിന്നുള്ള എല്ലാ ഭയത്തെയൊക്കെ അങ്ങ് പുറത്താക്കും. അപ്പം ആ തികഞ്ഞ സ്നേഹം നമ്മളിൽ വന്ന് നിറയണം. അതാ പത്രോസിനും പൗലോസും അവർ ആ ഒരു ധൈര്യത്തോടെ പറഞ്ഞൊരു കാര്യം നമ്മളിവിടെ അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായത്തിൽ ഇവിടെ കണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇനി യേശുവിന്റെ നാമത്തിൽ ഇനി സംസാരിച്ചു പോയേക്കരുതെന്ന് അവിടെ 17-ാമത്തെ വാക്യത്തിൽ പറയും. എങ്കിലും അത് ജനത്തിന് അധികം പരക്കാതിരിക്കാൻ അവർ, അപ്പോസ്തലപ്രവൃത്തി 4:17 ഞാൻ വായിക്കുന്നത്, യാതൊരു മനുഷ്യനോട് ഈ നാമത്തിൽ ഇനി സംസാരിക്കുക, ഇപ്പൊ ഇത്രയൊക്കെ സംസാരിച്ചൊക്കെ മതി, അതൊക്കെ സമ്മതിച്ചു, ഇനി മേലെ സംസാരിച്ചു പോയേക്കരുത് എന്ന് പറയുമ്പോൾ എന്താ, ഈ നാമത്തിൽ സംസാരിക്കുന്ന നാം അവരെ തർജ്ജനം ചെയ്യണം എന്ന് പറഞ്ഞു. പിന്നെ അവരെ വിളിച്ചിട്ട് യേശുവിന്റെ നാമത്തിൽ അശേഷം സംസാരിക്കരുത്
എന്നൊക്കെ വലിയ കൽപ്പന കൊടുക്കുകയാണ്. ഐ കമാൻഡ് യു, 18ാമത്തെ വാക്യം, ഉപദേശിക്കരുത് എന്ന് കൽപ്പിച്ചു. എന്താ, വെള്ളത്തിൽ വരച്ച വര പോലെ അതിന്റെ തൊട്ടടുത്ത വാക്യത്തില് പിന്നെ എന്താ, പത്രോസ് യോഹന്നാൻ എന്ത് ഉത്തരം പറഞ്ഞു? ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിന് മുമ്പാകെ ന്യായമോ എന്ന് വിധിക്കുകയും. എത്ര ധൈര്യത്തോടെ പറഞ്ഞത്! ദൈവത്തിന് മുമ്പാകെ ഞാൻ ദൈവത്തെയാണോ അനുസരിക്കേണ്ടത്, അത് നിങ്ങളെയാണോ അനുസരിക്കേണ്ടത്? ഇന്ന് എത്ര ധൈര്യത്തോടെ ആ മുഖവന്മാരെ, ആ മീൻപിടുത്തക്കാരെ വാക്യം ഒന്ന് വായിക്കാം. അതിന് പത്രോസും യോഹന്നാനും, ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിന്റെ മുമ്പാകെ ന്യായമോ എന്ന് വിധിപ്പിൻ. അതെ, എല്ലാത്തിനും മേലെയുള്ള അധികാരിയായിട്ട് ദൈവം ഉള്ളപ്പം ആ ദൈവത്തെ അല്ലേ ഞങ്ങൾ അനുസരിക്കേണ്ടത്? ദൈവത്തിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും നിങ്ങൾ എനിക്ക് മേലുള്ള അധികാരങ്ങൾ പറയുമ്പോൾ ഞാൻ എങ്ങനെ അത് അനുസരിക്കുന്നത് എന്നുള്ള കാര്യം പറയും. അത് കഴിഞ്ഞിട്ട് പറയുക 20ാമത്തെ വാക്യം, ഞങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നത് പ്രസ്താവിക്കാതിരിക്കുവാൻ കഴിയുന്നതല്ല എന്ന് ഉത്തരം പറഞ്ഞു. വി കനോട്ട് സ്റ്റോപ്പ് സ്പീക്കിംഗ് വാട്ട് വി ഹാവ് സീൻ ആൻഡ് ഹേർഡ്. അപ്പോഴത്തേക്ക് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും യുനോ അത് കഴിഞ്ഞിട്ട് പിന്നെ അവരെ വീണ്ടും അവരെ ത്രട്ടൺ ചെയ്യുന്ന കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അവരെ യുനോ തർജ്ജനം ചെയ്ത് വീണ്ടും ഭീഷണിപ്പെടുത്തിയൊക്കെ വിട്ടയക്കുന്നതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ ഈ സഹോദരങ്ങളെല്ലാം കൂടെ വന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതും ഭൂമി കുലുക്കുന്നതൊക്കെ അപ്പോസ്തലർ 4ാം അധ്യായത്തിൽ വായിക്കുന്നു. പിന്നെ 5ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 5ാം അധ്യായത്തിൽ ഇതേപോലൊരു സിറ്റുവേഷൻ വായിക്കുന്നു. അവിടെയും ഈ അപ്പോസ്തലന്മാരെ ഇതുപോലെ പീഡിപ്പിക്കുമ്പം അവർ പറയുന്ന ഒരു വാക്യം, പത്രോസും അപ്പോസ്തലന്മാർ 5:29, അപ്പോസ്തലർ 5:29 അതിന് പത്രോസും ശേഷം അപ്പോസ്തലന്മാരും മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു എന്ന് ധൈര്യത്തോടെ പറയുന്നൊരു കാര്യം നമ്മളിവിടെ വായിക്കുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവരെ അതിന്റെ 40ാമത്തെ വാക്യത്തിൽ എന്താ, അപ്പോസ്തലർ 5:40 എന്താ നമ്മൾ വായിക്കുന്നത്? അവർ അവനെ അനുസരിച്ച് അപ്പോസ്തലന്മാരെ വരുത്തി അടുപ്പിച്ചു. അവരെ അടുപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് അടുപ്പിച്ചപ്പോൾ ഇനി യേശുവിനെ നമ്മൾ സംസാരിക്കുന്നത് കൽപ്പിച്ചു വിട്ടയച്ചു. അപ്പൊ അവരെന്താ, കരഞ്ഞുകൊണ്ട് പോയെന്നാണ് വായിക്കുന്നത്. 41ാമത്തെ വാക്യത്തിൽ തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിക്കുവാൻ യോഗ്യരായി. അതെന്തൊരു വലിയ ക്വാളിഫിക്കേഷനാ! ഞങ്ങൾക്ക് വലിയൊരു ഓണർ കിട്ടി, ഞങ്ങൾക്ക് വലിയൊരു ബഹുമതി കിട്ടി. എന്ത് അവാർഡാണ് കിട്ടി? ഞങ്ങൾക്ക് യേശുവിന് വേണ്ടി നിന്ന സഹിക്കാനുള്ള വലിയൊരു അവാർഡ് കിട്ടി. വി ആർ ഫൂൾസ് ഫോർ ക്രൈസ്റ്റ് സേക്ക്. FFCS, FRCS എന്ന് പറഞ്ഞ വലിയ ഡിഗ്രി മെഡിക്കൽ സയൻസിലൊക്കെ ഉണ്ട്. ഈ ഫെലോ ഓഫ് റോയൽ കോളേജ് ഓഫ് സർജൻസ് എന്നൊക്കെ പറയുന്നത് FRCS. അപ്പോൾ ശരിക്കും FFCS, അത് ശരിക്കും പറഞ്ഞാൽ 1 കൊരിന്ത്യർ 4:10 വാക്യം, വി ആർ ഫൂൾസ് ഫോർ ക്രൈസ്റ്റ് സേക്ക്, FFCS. ക്രിസ്തു നിമിത്തം നമ്മൾ ഭോഷന്മാരാ. നമ്മുടെ ബാക്കിയുള്ളവർ നിങ്ങൾക്ക് ഇത്ര ബുദ്ധിയേ ഉള്ളൂ, ഈ 21ാം നൂറ്റാണ്ടിലും ഈ 1ാം നൂറ്റാണ്ടിലും ഈ പുസ്തകം വെച്ചുകൊണ്ടിരിക്കുവാണോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഒരു നിന്ദയുണ്ട്, ഒരു അപമാനമുണ്ട്. എന്ന് 41 വായിക്കട്ടെ. തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു. rejoicing that they had been considered worthy to suffer shame. അപ്പം നമ്മൾ കർത്താവിന് വേണ്ടി ഒരു നിലപാട് എടുക്കുമ്പം അതിനുവേണ്ടി ഒരു നിന്ദയോ അപമാനമൊക്കെ സഹിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? തുള്ളിച്ചാടി സന്തോഷിക്കണം. അവരുടെ മുമ്പിൽ വെച്ച് തുള്ളിച്ചാടണം. അവർ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് പറയും. നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ രഹസ്യമായിട്ട് വന്ന ദൈവം മുമ്പാകെ കർത്താവിന് അത് പറയുന്നുണ്ട്. എവിടെ ഹൈ ജമ്പ് ചെയ്യേണ്ടതെന്ന്, നമ്മൾ തുള്ളിച്ചാടേണ്ട എപ്പോഴാ? ലൂക്കോസ് 6ാം അധ്യായത്തിന്റെ 23ാമത്തെ വാക്യത്തിൽ തുള്ളിച്ചാടുന്ന കാര്യം കർത്താവ് പറയുന്നുണ്ട്. കർത്താവിന്റെ ഒരു കൽപ്പന തുള്ളിച്ചാടണമെന്ന്. എപ്പോഴാ തുള്ളിച്ചാടണ്ടേ? ലൂക്കോസ് 6:23 ആ നാളുകളിൽ സന്തോഷിച്ചു തുള്ളുവിൻ. ഏത് നാളുകളിൽ? 22ാമത്തെ വാക്യം, മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ ദ്വേഷിച്ച്. എല്ലാവരും എത്തിയും ലൂക്കോസ് 6ാം അധ്യായത്തിന്റെ 22, ലൂക്ക് 6:22. മനുഷ്യപുത്രൻ നിമിത്തം നിങ്ങളെ ദ്വേഷിക്കുന്നു, ഭ്രഷ്ടരാക്കുന്നു, നിന്ദിക്കുന്നു, നിങ്ങളുടെ പേര് വിടക്കം തന്നെ തള്ളുമ്പോൾ. നമ്മുടെ ചില പാട്ടിലൊക്കെ വായിക്കട്ടെ. മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ ദ്വേഷിച്ച് ഭ്രഷ്ടരാക്കി നിന്ദിച്ച് നിങ്ങളുടെ പേർ വിടക്ക എന്ന് തള്ളുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ആ നാളിൽ സന്തോഷിച്ച് തുള്ളുവിൻ, നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലിയത്. അവരുടെ പിതാക്കന്മാർ പ്രവാചകന്മാർ ഇങ്ങനെ തന്നെ ചെയ്തേ. എല്ലാം ദൈവത്തിനോട് ചേർന്ന് നിന്ന ആൾക്കാരോടല്ല ഇവരിങ്ങനെ തന്നെ ചെയ്തത്. അപ്പൊ നിങ്ങളോട് ഇത് ചെയ്യുമ്പോൾ അത് വലിയൊരു എന്താണ് പറയുന്നത്, വലിയൊരു ഓണറായിട്ട്, വലിയൊരു ബഹുമതിയായിട്ട് കണ്ട് തുള്ളിച്ചാടി എന്ന് പറയുന്നത്. ഞാൻ ഈ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ആ 30ാമത്തെ വയസ്സിൽ കർത്താവിന് വേണ്ടി കഷ്ടം സഹിച്ച അതേ അപ്പോസ്തലൻ തന്നെ 90ാമത്തെ വയസ്സിലും കഷ്ടം സഹിക്കുമ്പം ആത്മവിവശതയിൽ, ആത്മാവിന് അധീനതയിൽ ദൈവത്തിന്റെ ശബ്ദം കേട്ട് അവിടെ അന്ന് ഏഷ്യ മൈനറിലുള്ള ആ 7 സഭകൾക്കുള്ള ദൂത് എഴുതുമ്പം എഫേസ്യ സഭയ്ക്ക് ആദ്യമായിട്ട് ആ 7 സഭകളിലെ എഫേസ്യ സഭയിൽ യോഹന്നാൻ തന്നെ പല വർഷങ്ങൾ പ്രവർത്തിച്ച ഒരു സഭയായിരുന്നു എഫേസ്യ സഭ. നമ്മൾ ഈ വെളിപാട് 2ാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെയുള്ള 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ, 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സെക്കൻഡ് ലെറ്റർ ടു ദ എഫേസ്യൻസ് എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ എഫേസ്യർ എഴുതിയ 1ാമത്തെ ലേഖനം നമ്മൾ എഫേസ്യ ലേഖനം നമുക്കറിയാം. അവിടെ ഗലാത്യ
അത് കഴിഞ്ഞിട്ട് എഫേസ്യ ലേഖനമുണ്ട്, അത് പൗലോസ് എഴുതുന്ന എഫേസ്യ സഭയ്ക്ക്. എന്നാൽ പിന്നീട് യോഹന്നാനിലൂടെ ദൈവം ഇവിടെ യേശു കർത്താവ് എഫേസ്യർ എഴുതിയ ഒരു രണ്ടാമത്തെ ലേഖനം, ഒരു 7 വാക്യങ്ങളാണ് ആ ദൂത അറിയിക്കുമ്പം എഫേസ്യ സഭയ്ക്ക് ഒത്തിരി വലിയ നല്ല കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു. എന്നാൽ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ 4-ാമത്തെ വാക്യം. അതാ ഞാൻ ആദ്യ സ്നേഹം അവസാനത്തുള്ളതെന്ന് ആദ്യം പറഞ്ഞു തുടങ്ങിയത്. ഞാനിപ്പം അത് കഴിഞ്ഞിട്ട് യോഹന്നാൻ അപ്പോസ്തലൻ്റെ കാര്യമായ ചരിത്ര പശ്ചാത്തലവും യോഹന്നാൻ കടന്നുപോയ ആ ഒരു കഷ്ടങ്ങളുടെ കാര്യവും ആ കഷ്ടത്തിന്റെ മധ്യത്തിൽ യോഹന്നാൻ എത്ര ബലത്തോടെ നിന്നു എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു വന്നത് ഈ ഒരു ആദ്യസ്നേഹത്തിലേക്ക് എത്താൻ വേണ്ടി. യോഹന്നാൻ അതുപോലെ ധൈര്യത്തോടെ നിൽക്കാൻ സാധിച്ചതിന്റെ കാരണം ആ ആദ്യ സ്നേഹം യോഹന്നാൻ ഉണ്ടായിരുന്നു. ആദ്യ സ്നേഹം എന്ന് പറഞ്ഞാൽ അത് സാധാരണ മാരേജ് റിലേഷൻഷിപ്പിൽ അത് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ എളുപ്പമാണെന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഒരു വരനും വധുവും പുതുതായിട്ട് അവരാദ്യമായിട്ട് വിവാഹ ബന്ധത്തിലേക്ക് ഏർപ്പെടുമ്പോൾ ആ സമയത്ത് അവരുടെ എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞു, മാരേജ് ഒക്കെ ഫിക്സ് ആയി, എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞ് വിവാഹത്തിന് നാളുകൾ എണ്ണി എണ്ണി പാർത്തു. വിവാഹത്തിന് ദിനം ആദ്യമായിട്ട് അവർക്കുള്ള ഒരു വലിയ എക്സൈറ്റ്മെന്റും ഭയങ്കര ഒരു ത്രില്ലും ഭയങ്കര ഒരു സന്തോഷവും ആദ്യമായിട്ടുള്ള സ്നേഹം. അതുപോലാണ് യഥാർത്ഥത്തിൽ ക്രിസ്തീയ ജീവിതത്തിലും നമ്മള് പാപത്തിന്റെ ആ ഒരു വലിയൊരു ഭാരവും വല്ലാതെ ചിലപ്പം കടക്കണിയായിരിക്കും, ചിലപ്പം വല്ലാത്ത കുറ്റബോധമായിരിക്കും, ശൂന്യതാബോധമായിരിക്കും, നിരാശയായിരിക്കും, ആത്മഹത്യയുടെ വക്കിൽ നിന്നൊക്കെ കർത്താവ് നമ്മളെ പിടിച്ചുകൊണ്ട് വരുമ്പം ആദ്യമായിട്ട് കർത്താവിൻ്റെ ആ ഒരു സ്നേഹവും കർത്താവിൻ്റെ ഒരു വിടുതലും പാപക്ഷമയും, എനിക്ക് വേണ്ടി ഒരുവൻ മരിച്ചല്ലോ, ഞാനിനി സ്വതന്ത്രനായല്ലോ എന്നുള്ള വലിയൊരു സ്വർഗത്തിൻ്റെ സ്നേഹം നമ്മളെ വന്ന് നിറയുന്ന ആ ഒരു ആദ്യ സ്നേഹമുണ്ട്. ആ ആദ്യ സ്നേഹം കുറച്ചൊക്കെ കഴിയുമ്പം നമ്മൾ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, ബൈബിള് വായിക്കുന്നു, പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, പല പ്രവർത്തനങ്ങളും പല ഒത്തിരി കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. പക്ഷെ കുറച്ച് ചിലപ്പോൾ ഈ ഒരു ആദ്യ സ്നേഹം അങ്ങ് ചോർന്ന് പോകാനൊരു സാധ്യതയുണ്ട്. അതാ എഫേസ്യ സഭയ്ക്ക് പറ്റിയൊരു അബദ്ധം. അവർക്ക് എന്തെല്ലാം ഉണ്ടായിരുന്നു, അവർക്ക് ഡീഡ്സ് ഉണ്ടായിരുന്നു. അതിന്റെ 2-ാമത്തെ വാക്യം, വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും ഒക്കെ അറിയുന്നു. അവർക്ക് പ്രവൃത്തി ഉണ്ടായിരുന്നു, പ്രയത്നം ഉണ്ടായിരുന്നു, സഹിഷ്ണുത ഉണ്ടായിരുന്നു, ഇതെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ആ സ്നേഹം അങ്ങ് തണുത്തുപോയി. കർത്താവിനോടുള്ള സ്നേഹം, കർത്താവ് ആത്മമണവാളനായ യേശുവിനോടുള്ള ഒരു തീക്ഷ്ണമായിട്ടുള്ള ഒരു ആദ്യ സ്നേഹം. ഇപ്പം അപ്പോസ്തലനായ യോഹന്നാനൊക്കെ ഇത്രയും പ്രശ്നത്തിലൂടെയും പീഡനത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും ഒരു കുലുക്കവും ഇല്ലാതെ കർത്താവിന് വേണ്ടി നിലനിൽക്കാൻ സാധിച്ചത് എന്താ? ഒന്ന് കർത്താവിനെ ഒന്ന് തള്ളി പറഞ്ഞു, ഇനി യേശുവിന്റെ കർത്താവല്ലെന്നങ്ങ് പറഞ്ഞാൽ അവരങ്ങ് വെറുതെ വിട്ട് യോഹന്നാനെ വേണമെങ്കിൽ അവിടെ സുഖിച്ച് അവിടെ കഴിയാമായിരുന്നു, വേറെ ആരും ഉപദ്രവിക്കാനും വരത്തില്ലായിരുന്നു, വേണമെങ്കിൽ അവർ സ്പെഷ്യൽ ട്രീറ്റ്മെന്റും കൊടുത്തേനെ. പക്ഷേ ഈ കർത്താവിനെ എനിക്ക് തള്ളിപ്പറയാൻ സാധിക്കത്തില്ല, കർത്താവിന് വേണ്ടി ഞാൻ ജീവൻ വെക്കാനും തയ്യാറാണെന്ന് പറഞ്ഞ് കർത്താവിന് വേണ്ടി നിന്നപ്പോൾ അവിടെ വല്ലാത്ത ഉപദ്രവവും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ എന്താ അവിടെ അതൊക്കെ നിൽക്കാൻ അവനെ സഹായിച്ചത്, അപ്പോസ്തലനെ സഹായിച്ചത് എന്താ? ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി. പരിശുദ്ധാത്മാവ് നമ്മളിൽ എന്താ വന്ന് പകരുന്നേ? റോമർ 5:5 പറയുന്നുണ്ട്, the love of God has been poured out or flooded in our hearts through the Holy Spirit who has been given to us. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിന്റെ സ്നേഹം നമ്മളിൽ പകരപ്പെട്ടിരിക്കുന്നുവല്ലോ. റോമർ 5:5. ഞാൻ ആ വാക്യത്തിലേക്ക് പോകുന്നില്ല, എഴുതിയെടുക്കാം. പക്ഷെ ആ പരിശുദ്ധാത്മാവ് നമ്മളിലൊന്ന് നിറയുമ്പോൾ എന്താ? പ്രാഥമികമായിട്ടും കർത്താവിന്റെ സ്നേഹമാണ് നമ്മളിലൊന്ന് നിറയുന്നത്. ആ ഒരു ആദ്യ സ്നേഹം അപ്പോസ്തലന്റെ യോഹന്നാന്റെ ആദ്യ സ്നേഹം എപ്പോഴായിരുന്നു? യോഹന്നാനും യാക്കോബും ഒക്കെ അവിടെ കടൽപ്പുറത്ത് നിന്ന് വലയൊക്കെ നെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് വന്ന് നിങ്ങൾ എന്നെ പിൻഗമിക്കുക എന്നൊക്കെ പറഞ്ഞ് അവരെ വിളിച്ച് കർത്താവിൻ്റെ ആ ഒരു വചനങ്ങളും കർത്താവിൻ്റെ ആ ഒരു ആത്മീയാധികാരവും കർത്താവിൽ നിന്നുള്ള ആ ജീവന്റെ മൊഴികളും ആശ്വാസവും ബലവും ഒക്കെ പ്രാപിച്ച് അവർ രൂപാന്തരപ്പെട്ട് എല്ലാം വിട്ട് വള്ളവും വലയെല്ലാം വിട്ട് കർത്താവിനെ പിൻഗമിക്കുന്ന ആ ശിഷ്യന്മാര്, അവരുടെ ആ ആദ്യ സ്നേഹം ഇവിടെ AD 90-കളിലെ 94, 96 കാലയളവിലായപ്പോഴും ആ ആദ്യ സ്നേഹത്തിന് ഒരു കുറവ് വന്നില്ലെന്ന് മാത്രമല്ല, ആ സ്നേഹം അങ്ങ് കൂടിക്കൂടി വരികയായിരുന്നു. അതിന്റെ കാരണം എന്താ? ഈ ആദ്യ സ്നേഹം എഫേസ്യ സഭയ്ക്ക് അവരങ്ങ് വിട്ടുകളഞ്ഞു. അതാ പറയുന്നത് അതിന്റെ 4-ാമത്തെ വാക്യം, എങ്കിലും നിന്റെ ആദ്യ സ്നേഹം, വെളിപാട് 2:4 ഞാൻ വായിക്കുന്നത്, എങ്കിലും നിന്റെ ആദ്യ സ്നേഹം, പ്രോട്ടാസ് അഗപ്പേ. അഗപ്പേ എന്ന് പറഞ്ഞാൽ സ്നേഹത്തിനുള്ള ഒരു പരമമായ സ്നേഹത്തിന്റെ ഒരു ദൈവസ്നേഹത്തിന്റെ ഒരു വാക്കായിട്ട് അഗപ്പേ എന്ന് പറഞ്ഞ ഗ്രീക്ക് വാക്ക്. പ്രോട്ടോസ് എന്ന് എഴുതുന്നേ അവര് സ്ട്രോങ് ഡിക്ഷണറിയിലെ പ്രോട്ടാസ് എന്നാണ് പറയുന്നത്. പ്രോട്ടോൺ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം. പ്രോട്ടാസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ,
അല്ലെങ്കിൽ പ്രിൻസിപ്പൽ, ബെസ്റ്റ് എന്നൊക്കെ ഉള്ളൊരു അർത്ഥമുണ്ട്. ഏറ്റവും വലിയ സ്നേഹം എന്നുള്ള അർത്ഥം പറയുന്നത്. അത് സ്നേഹം എന്ന് പറഞ്ഞാൽ ആദ്യമുള്ള കർത്താവിനോട് ആദ്യം വന്ന ആ ഒരു സ്നേഹം എന്നുള്ളൊരു അർത്ഥമുണ്ട്. പിന്നെ കർത്താവിനോടുള്ള ഇപ്പോൾ ഒരുപക്ഷെ ചിലരുടെ ജീവിതത്തിൽ ക്രിസ്ത്യ ജീവിതത്തിൽ അവരുടെ ക്രിസ്ത്യ ജീവിതത്തിലെ തുടക്കത്തിലൊക്കെ ഇങ്ങനെ പൊത്തുവരുത്തൊക്കെ പോകുന്നതായിരിക്കും. പിന്നീടായിരിക്കും കർത്താവിനുള്ള തീക്ഷ്ണമായിട്ടുള്ള ഒരു സ്നേഹത്തിലേക്ക് വരുന്നത്. പിന്നീടായിരിക്കും ചിലപ്പോൾ അങ്ങ് ഇങ്ങനെ ഇതങ്ങ് ഊസ് ഔട്ട് ചെയ്ത് അങ്ങ് അല്ലാതെ അങ്ങ് സ്നേഹം കുറഞ്ഞു പോകുന്നത്. അപ്പം എപ്പോഴാണോ നമ്മളുടെ ജീവിതത്തിൽ കർത്താവിനുള്ള സ്നേഹം മാക്സിമം ആയിട്ടിരുന്ന ആ ഒരു കാലയളവ്, ആ പിനക്കിളിൽ തന്നെയാണോ ഞാൻ ഇന്നുള്ളത്, അതോ ഞാൻ ആ സ്നേഹത്തിലൊക്കെ അങ്ങ് തണുത്തു പോയിട്ടുണ്ടോ? ആ സ്നേഹത്തിലേക്ക് തണുത്തു പോകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എന്താ, ആ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അങ്ങ് മാറി നമ്മൾ വേറെ പല കാര്യങ്ങളിലേക്ക് നമ്മളങ്ങ് ഡൈവേർട്ടഡ് ആയി പോകുന്നു. മാർത്തയ്ക്ക് യേശുവിനോട് വലിയ സ്നേഹമാണ്, പക്ഷെ മാർത്ത പല 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 കാര്യങ്ങളങ്ങ് ചെയ്യുക. പക്ഷെ മറിയത്തെ പോലെ കർത്താവിന്റെ കാൽക്കലിരുന്ന് ചെന്ന് കേട്ട് കർത്താവിന് എന്താ എന്നോട് പറയാനുള്ളതെന്ന് കേൾക്കാതെ മാർത്ത പല പല കാര്യങ്ങളിൽ അങ്ങ് കുഴങ്ങിപ്പോയി എന്നാണ് നമ്മളവിടെ ലൂക്കോസ് 10:38 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മൾ പല പ്രശ്നങ്ങളിലൂടെയോ പീഡനത്തിലൂടെയോ ഉപദ്രവത്തിലൂടെയോ കഷ്ടത്തിലൂടെയൊക്കെ പോകുന്നവരായിരിക്കും. പക്ഷെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന ആയി പോകാതെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുന്നതാകണമെങ്കിൽ ഒരേ ഒരു കാര്യമുള്ളൂ, നമ്മളുടെ ആ ഒരു സെൽഫ്, നമ്മളുടെ ഒരു ഈഗോ, നമ്മളുടെ ഞാൻ എന്നുള്ളൊരു ഭാവം, ഞാൻ വിചാരിച്ചുകൊണ്ട് കാര്യങ്ങൾ എന്താ നടക്കാതെ, ദൈവം എന്താ ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താ ഉത്തരം തരാത്തത്. ശരിയാ, ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ദൈവമാണ്. പക്ഷെ ചില സമയത്ത് ദൈവം കുറച്ച് ഡിലേ ചെയ്തായിരിക്കും ഉത്തരം തരുന്നത്. ദൈവത്തിന്റെ പ്രാർത്ഥനയുടെ ഉത്തരം ട്രാഫിക് സിഗ്നൽ പോലെയാണെന്ന് സാക് പെനംബർ പറയുന്നത് വെച്ചാൽ, ചിലപ്പോൾ പെട്ടെന്ന് ഗ്രീൻ സിഗ്നൽ, നമുക്ക് എല്ലാവർക്കും വലിയ സന്തോഷം, പെട്ടെന്ന് നമ്മൾ പ്രാർത്ഥിച്ച ഉത്തരം തന്നോ ദൈവത്തിന് സ്തോത്രം. പക്ഷെ കുറച്ച് സമയത്ത് ഈ യെല്ലോ സിഗ്നൽ അല്ലെങ്കിൽ ഓറഞ്ച് സിഗ്നൽ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം. ചില സമയത്ത് നമ്മൾ ആ പ്രാർത്ഥനയുടെ ഉത്തരം റിസീവ് ചെയ്യാൻ തക്കവണ്ണം, അത് ഏറ്റെടുക്കാൻ തക്കവണ്ണം നമുക്കൊരു പാകത വന്നിട്ടുണ്ടാവത്തില്ല. നമ്മളിപ്പോഴും ആത്മീയമായിട്ട് കുറച്ചും കൂടെ ഒന്ന് വളർന്നാലേ, കുറച്ചുകൂടെ ഒന്ന് പക്വതയായാലേ ആ പ്രാർത്ഥനയുടെ ഉത്തരം ലഭിച്ചാൽ നമുക്ക് താങ്ങാനൊക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നിഗളിച്ച് ചിലപ്പോൾ ദൈവത്തിൽ നിന്ന് വിട്ടുപോകുന്ന ദൈവത്തിന് അറിയാം. അപ്പം അതുകൊണ്ട് ദൈവം ചിലത് വെയിറ്റ് ചെയ്യുക, കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പം എന്തിനാ പറഞ്ഞ, ഒരു കൊച്ചു കുഞ്ഞ് പിച്ചാത്തി ചോദിച്ചാൽ നമ്മൾ എടുത്തു കൊടുക്കുമോ? വെയിറ്റ് ചെയ്യുക, കുറച്ചുകൂടെ ഒന്ന് പ്രായമായി പിച്ചാത്തിയൊക്കെ ഒന്ന് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന പ്രായമായിട്ട് തരാം. എന്നോന്ന് പറയുന്നില്ല, കുറച്ച് വർഷങ്ങൾ വെയിറ്റ് ചെയ്താലേ അത് തരാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പിള്ളേർക്ക് ശരിയാണ്, അവർക്ക് വേണ്ടുന്നില്ല നമ്മൾ കൊടുക്കും, പക്ഷെ അവർക്ക് നോട്ടുകളും പൈസയൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റാത്ത പ്രായത്തിൽ നമ്മളത് എടുത്ത് കൊടുക്കത്തില്ല. എന്ന് വെച്ചാൽ ചിലപ്പോൾ നോട്ട് എടുത്ത് കീറിക്കളയും കൊച്ചു കുഞ്ഞുങ്ങൾ. എന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്യുക, നോ അല്ല. ചില കാര്യങ്ങൾ ഓഫ്കോഴ്സ് ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമായിട്ടോ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഹിതത്തിനല്ലാത്തതായിട്ട് ചില കാര്യങ്ങൾ ദൈവം ചിലപ്പോൾ റെഡ് സിഗ്നല് പറയും, ദൈവത്തിന് നമ്മളുടെ നന്മയ്ക്കായിട്ട് ദൈവം പറയും. പ്രാർത്ഥനയൊക്കെ എല്ലാത്തിനും ഉത്തരവുണ്ടോന്ന് വെച്ചാൽ ഉത്തരവുണ്ട്. പക്ഷെ എപ്പോഴും ഗ്രീൻ സിഗ്നൽ നമ്മൾ വിചാരിക്കുന്നവണൊക്കെ ദൈവം നമ്മൾ എപ്പോഴും അങ്ങ് പാമ്പർ ചെയ്ത്, ചില അപ്പനന്മാരുണ്ട് കൊച്ചുങ്ങൾ എന്ത് ചോദിച്ചാലും ആനയെ വേണമെന്ന് പറഞ്ഞാലും ഹെലികോപ്റ്റർ വേണമെന്ന് പറഞ്ഞാലും വാങ്ങിച്ചു കൊടുക്കും. എന്നിട്ട് കൊച്ചുങ്ങൾ ഏറ്റവും റൗഡികളായിട്ട് എന്തിനു പറഞ്ഞാൽ അവര് വഴക്കാളികളായിട്ടായിത്തീരും. അവരുടെ ശാഠ്യവും എല്ലാ വാശിക്കും വളം വെച്ച് കൊടുക്കും. അപ്പൊ അങ്ങനെയുള്ള കൊച്ചുങ്ങൾ ദുശാഠ്യവും ഒന്നിനും സമൂഹത്തിന് അവർക്ക് ഈ പേരൻസിന് തന്നെ പിന്നെ നാളെ തലവേദനയായി പോകും. എല്ലാം വേണ്ടുന്ന എല്ലാം വാങ്ങിച്ചു കൊടുക്കുന്ന പേരൻസ്. നമ്മൾ പക്ഷേ നല്ല പേരൻസ് അവർക്ക് വേണ്ടുന്നതൊക്കെ വാങ്ങിച്ചു കൊടുക്കും, വാശി കൊടുത്താൽ നല്ല അടി കൊടുക്കും. അത് കഴിഞ്ഞിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ അനുസരിക്കുകയൊക്കെ ചെയ്താൽ എന്താ, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറഞ്ഞനുസരിച്ചുകൊണ്ട് വാങ്ങിച്ചു തരുമെന്ന് പറയും. അല്ലാതെ വാശിക്കൊന്നും വാങ്ങിച്ചു കൊടുക്കരുതെന്ന് പറയുന്നില്ല. ദൈവം ഏറ്റവും നല്ലൊരു പിതാവായതുകൊണ്ട് നമ്മൾ എന്ത് ചോദിച്ചാലും ദൈവം ഞാൻ അത് ചോദിച്ചിട്ട് എന്താ ദൈവം തരാതെ, ഇത് ചോദിച്ചിട്ട് എന്താ ദൈവം തരാതെ, ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ച് ചോദിക്കുവാണെങ്കിൽ ഇതേ നമ്മൾ വെളിപാട് പുസ്തകത്തിന് തൊട്ട് മുമ്പ് നമ്മൾ 1 യോഹന്നാൻ ലേഖനം വായിക്കുന്നുണ്ടല്ലോ. 1 യോഹന്നാന്റെ ലേഖനത്തിന്റെ 5-ാമത്തെ അധ്യായത്തിൽ ഇഫ് യു ആസ്ക് എനിത്തിങ് അക്കോർഡിംഗ് ടു ഹിസ് വിൽ, അത് അതിന്റെ 14-ാമത്തെ വാക്യം. നമ്മൾ വെളിപാട് പുസ്തകം തൊട്ട് ഒന്ന് മറിക്കുമ്പോഴത്തേക്ക് നമുക്ക് യൂദയുടെ ലേഖനവും കഴിഞ്ഞ് 3 യോഹന്നാനും 2 യോഹന്നാനും കഴിഞ്ഞ് 1 യോഹന്നാനിലേക്ക് എത്തുമ്പോൾ അതിന്റെ 5-ാം അധ്യായം, ഇതിന്റെ അവസാനത്തെ അധ്യായത്തിന് ഞാൻ അതും കൂടെ പറഞ്ഞങ്ങ് നിർത്തും. 14 നമ്മൾ സമയമായല്ലോ. 14-ാമത്തെ വാക്യം 1 യോഹന്നാൻ 5:14, അവന്റെ ഇഷ്ടപ്രകാരം, അവന്റെ ഹിതപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ എന്തെങ്കിലും പ്രാർത്ഥനയ്ക്ക് ഉത്തരം വന്നില്ലെങ്കിൽ നമ്മൾ നിരാശപ്പെടേണ്ട. കർത്താവേ, എന്ത് വേണമെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ മക്കൾ, അതുകൊണ്ട് അപ്പനോട് എന്ത് വേണമെങ്കിലും ചോദിക്കാം. അതിനൊന്നും റെസ്ട്രിക്ഷൻ ഇല്ല. പക്ഷേ കർത്താവെ അവസാനം എന്തും പ്രാർത്ഥിച്ചാൽ മതി, കർത്താവെ എൻ്റെ ഇഷ്ടം പോലെ അല്ല അവിടുത്തെ ഇഷ്ടം പോലെ. ശരിയാ കർത്താവെ, ഇതൊക്കെ നടന്നാലേ എനിക്ക് ഈ ജോലി കിട്ടണം, അല്ലെങ്കിൽ ഇതുപോലെ എൻ്റെ കാര്യങ്ങൾ നടക്കണം, അല്ലെങ്കിൽ ഇത് നടക്കണം, ഇതെല്ലാം നമ്മൾ പ്രാർത്ഥിക്കാം തീർച്ചയായിട്ടും. പക്ഷേ കർത്താവെ, എങ്കിലും എൻ്റെ ഇഷ്ടപ്രകാരമല്ല അവിടുത്തെ ഇഷ്ടപ്രകാരം. ചിലപ്പോൾ ടൈം ഫ്രെയിം വ്യത്യാസമായിരിക്കും, കുറച്ചുകൂടെ കഴിഞ്ഞിട്ടായിരിക്കും ദൈവം ആ ഉത്തരം തരുന്നത്. അപ്പം നമ്മളങ്ങ് മടുത്തു പോകും. അതുകൊണ്ട് നമ്മൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുന്നത്. അപ്പം അവിടെ ആ ഒരു അതിസ്നേഹത്തിൽ നമ്മൾ നിലനിൽക്കണമെങ്കിൽ, ആ അതിസ്നേഹം അവസാനത്തോളം നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? അവിടെ നമ്മളുടെ ആ ഒരു എൻ്റെ ഹിതം, എൻ്റെ ഇഷ്ടം പോലെ
കാര്യങ്ങൾ നടക്കണം എന്നുള്ള ആ ഒരു മർക്കടമുഷ്ടി അങ്ങ് മാറ്റിവെച്ച് ഏതൊരു സാഹചര്യത്തിലായാലും കർത്താവിന് മുമ്പാകെ അങ്ങ് താണു കൊടുക്കുന്നു. ഇവിടെ ആ യോഹന്നാൻ അപ്പോസ്തലനായാലും പത്രോസായാലും എന്തെല്ലാം ഉപദ്രവങ്ങളും കാര്യങ്ങളൊക്കെ വന്നെങ്കിലും അവര് എൻ്റെ ഇഷ്ടം പോലെ ഞങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തോട് കോപിച്ചില്ല, മറിച്ച് എന്ത് ചെയ്തു? അവിടെ നിന്ന് താണു കൊടുത്തു. അവിടെ അവർ താണു കൊടുത്ത് അവർ ദൈവത്തിന് മുമ്പാകെ ഒരു പൂജ്യമായപ്പോൾ ദൈവം വന്ന് അവരിലൊന്നും നിറഞ്ഞു, പരിശുദ്ധാത്മാവ് നിറഞ്ഞു. പരിശുദ്ധാത്മാവിന്റെ നിറവിലാണ് നമുക്ക് ആദ്യ സ്നേഹത്തിന്റെ നിറവ് കിട്ടുന്നത്. പരിശുദ്ധാത്മാവ് എപ്പോഴാണ് നമ്മളിൽ വന്ന് നിറയുന്നത്? നമ്മളങ്ങ് അങ്ങ് അലിഞ്ഞില്ലാതാകുക ദൈവത്തിന് മുമ്പാകെ. ആ പത്മോസ് ദ്വീപിൽ അതും കൂടെ പറഞ്ഞ് ഞാനങ്ങ് നിർത്താം. ഈ വെളിപാട് പുസ്തകം 1-ാം അധ്യായത്തിൽ തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു രംഗം എന്ന് പറഞ്ഞാൽ യോഹന്നാന്റെ ആ ഒരു ദൈവത്തെ ആരാധിക്കുന്ന ഒരു രംഗമാണ്. അവിടെ ദൈവത്തിന് വലിയ തേജസ് കാണുന്ന യോഹന്നാൻ, ദൈവത്തിന്റെ കർത്താവിന്റെ തേജസ്, കർത്താവിന്റെ വലിയ ആ ഒരു മഹത്വമാർന്ന ആ ഒരു തേജസ്സാർന്ന രൂപത്തെ കാണുന്ന കാര്യമൊക്കെ നമ്മളവിടെ വെളിപാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 13 മുതലുള്ള വാക്യങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ആ ഒരു 7 പൊന്നുള്ള വിളക്കുകൾക്കിടയിൽ ഇവിടെ നടക്കുന്ന കർത്താവിന്റെ മുടിയെക്കുറിച്ചും കണ്ണിനെ കുറിച്ചും ഒക്കെയുള്ള വലിയ വർണ്ണനകളൊക്കെ നമ്മളവിടെ കാണുന്നുണ്ട്. ഇതെല്ലാം കണ്ടപ്പോഴത്തേക്കും യോഹന്നാൻ എന്താ വായിക്കാൻ ഡോക്ടറെ, അതൊന്ന് വായിക്കട്ടെ, അവർ കേൾക്കട്ടെ. വായിച്ചു? 13 വായിക്കാം. അതെ. എന്നോട് സംസാരിച്ച, അത് ദീപി വെച്ചാണ്, എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 പൊൻ നിലവിളക്കുകളും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയും കൊണ്ട് മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തെക്കാളും വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും, കാൽ ഉലയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യവും, അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുമായിരുന്നു. അവന്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ടായിരുന്നു. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഗിരുവായുത്തലയുള്ള വാള് പുറപ്പെടുന്നു. അവന്റെ മുഖം സൂര്യ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അതെ, ഇത്രയും, അതായത് കർത്താവിനോട് ഏറ്റവും അടുത്ത കർത്താവിന്റെ മറുപടി ചാരിയിരുന്ന ശിഷ്യനായിരുന്നു ഈ യോഹന്നാൻ അപ്പോസ്തലൻ. എന്നാൽ കർത്താവിനെ ആ വലിയ തേജസ് അങ്ങ് കാണുമ്പോൾ ഞാൻ ചെന്നങ്ങ് മറുപടി ചാരാന്നുള്ളൊരു, അപ്പോഴത്തേക്കും ആ ഭയഭക്തി ബഹുമാനത്തില് അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനായ ദൈവത്തിന്റെ ആ തേജസ്സിന്റെ ഒരു ചെറിയൊരു ഗ്ലിംസ് ആ യോഹന്നാൻ കണ്ട. ഒരു മനുഷ്യൻ അത്രയൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. ദൈവത്തിന്റെ തേജസ് അതുപോലെ അപരിമയമായ തേജസ്, ആനന്ദ അജ്ഞാത അവർണ്ണനീയം എന്ന് പറയുന്നത് പോലുള്ള തേജസ്. അപ്പൊ ആ തേജസ് കാണുമ്പോഴത്തേക്കും അവനെ കണ്ടിട്ട് 17-ാമത്തെ വാക്യത്തിൽ, വെളിപാട് 1:17, ഞാൻ മരിച്ചവനെ പോലെ, അതാ മരിച്ചവനെ പോലെ. മരണത്തില് എന്തുണ്ട്? മരണം കഴിഞ്ഞ ഒരു പുനരുദ്ധാനമുണ്ട്. അതാ നമ്മളവിടെ പറയുന്നത്, ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അപ്പൊ അവന് യേശു പറഞ്ഞു, നീ അവിടെ തന്നെ കിടന്നു എന്ന് പറഞ്ഞു. ഇല്ല, അവൻ വലങ്കൈ കൊണ്ട്, യേശു കർത്താവ് വലങ്കൈ എൻ്റെ മേൽ വെച്ച് ഭയപ്പെടേണ്ട, ഞാൻ അന്തിനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ ഇന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെ പാതാളത്തിന്റെ താക്കോൽ എൻ്റെ കൈവശം ഉണ്ട്. അതുകൊണ്ട് നീ ഇതൊക്കെ എഴുതണം, നീ ചെന്ന് പ്രവചിക്കുക, എഴുതുക എന്നുള്ള കാര്യമാണ്. എൻ്റെ വലങ്കൈയിൽ കണ്ട അതിൻ്റെ മർമ്മത്തിൻ്റെ കാര്യമൊക്കെ, നക്ഷത്രത്തിൻ്റെ മർമ്മവും 7 പൊൻനിലവിളക്കിൻ്റെ വിവരമൊക്കെ നീ എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു, 7 നിലവിളക്ക് 7 സഭകളാകുന്നു എന്ന് കൽപ്പിച്ചു. അങ്ങനെ നീ ഇനി ചെന്ന്, നീ ഇപ്പോൾ എൻ്റെ തേജസ് കണ്ടല്ലോ, അപ്പോൾ നീ മരിച്ചതിനെ പോലെ വീണു. നീ അപ്പോസ്തലനായ യോഹന്നാന് തൻ്റെ ജീവിതത്തിൽ ഉടനീളം ആ ഒരു തൻ്റെ സ്വയ ജീവിതത്തിലുള്ളൊരു മരണം കണ്ടവനാ. പക്ഷെ ആ ദൈവത്തിന്റെ തേജസ് കുറച്ചുകൂടെ വ്യക്തമായിട്ട് കണ്ടപ്പോഴത്തേക്കും അങ്ങ് മരിച്ചവനെ പോലെ വീണു. നമ്മുടെ ജീവിതത്തിലും ആ ദൈവത്തിന്റെ ആ തേജസ് കണ്ട് നമ്മളങ്ങ് മരിക്കുക. നമ്മളുടെ സ്വന്തം ഇഷ്ടത്തിന്, നമ്മളുടെ സ്വന്തമായിട്ടുള്ള പല പ്ലാനുകളും അജണ്ടകളും പല കാര്യങ്ങളൊക്കെ കാണും. അതുപോലെ നമ്മളുടേതായ പല പ്രതീക്ഷകളും കാര്യങ്ങളൊക്കെ കാണും. പക്ഷേ കർത്താവ് എല്ലാം ഞാൻ മരണത്തിന് ഏൽപ്പിക്കുന്നു. ഞാനല്ല ഇനി ജീവിക്കുന്നത്, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. ഗലാത്യർ 2:20 പൗലോസ് പറഞ്ഞതുപോലെ നമ്മൾ പലപ്പോഴും നമ്മുടെ എല്ലാ പരാതിയുടെയും ഭയത്തിന്റെയും ആകുല ചിന്തകളും എല്ലാം കാരണം നമ്മളിലുള്ള ഒരു ഞാൻ എന്നുള്ള ഒരു ഭാവം, അഹം എന്ന് പറഞ്ഞാൽ അഹംഭാവം, ഞാൻ എന്നുള്ളൊരു ഭാവം. അവിടെ ഞാനങ്ങ് ഇല്ലാതായിട്ട്, ഞാനൊരു വട്ടപൂജ്യമായിട്ട്, കർത്താവേ ഞാനങ്ങ് കുറഞ്ഞില്ലാതാകട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ താല്പര്യങ്ങളും എൻ്റെ പ്ലാനുകളും എല്ലാം കർത്താവേ, ചിലപ്പം ചിലർ എന്താ അങ്ങനെ ചെയ്ത്, ചിലർ എന്നെക്കുറിച്ച് ഇങ്ങനെ എന്താ പറഞ്ഞ്, അവരോട് എനിക്ക് ക്ഷമിക്കാൻ വയ്യ, ചിലരോട് നമുക്ക് പരാതി, പിറുവെറുപ്പ്, ദേഷ്യം, വൈരാഗ്യം, മത്സരബുദ്ധി, അങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള ആകുല ചിന്തകളോ ദുഷ്ചിന്തകൾ, അല്ലെങ്കിൽ നിർമ്മലമല്ലാത്ത അശ്ലീല ചിന്തകൾ, അതുപോലെയൊക്കെയുള്ള പല തരത്തിലുള്ള പലതരത്തിലുള്ള പരാതികളും പിറുവിറുപ്പും ഒക്കെ ആയിട്ട് ഒത്തിരി ആകുലതകളും വ്യാകുലതകളും ഒക്കെ ആയിട്ട് നമ്മൾ ചിലപ്പോൾ അങ്ങ് കുഴങ്ങിയിരിക്കുമായിരിക്കും. പക്ഷെ അവിടെയൊക്കെ
ആ ദൈവത്തിന്റെ തേജസ് കണ്ട് ഈ അതിസ്നേഹത്തിലേക്ക് വരണമെങ്കിൽ എന്താ, ദൈവത്തിന്റെ തേജസ് കണ്ട് നമ്മൾ മരിച്ചതിനെ പോലെ അങ്ങ് വീഴണം. മരിച്ചതിനെ പോലെ വീഴുമ്പോൾ കർത്താവിന്റെ വലം കൈ നമ്മുടെ തലമേൽ വെച്ച് കർത്താവ് നമ്മളെ എഴുന്നേൽപ്പിക്കും. നീ എനിക്ക് വേണ്ടി എഴുതുക, നീ എനിക്ക് വേണ്ടി പറയുക, നീ എനിക്ക് വേണ്ടി ജീവിക്കുക, എൻ്റെ സാക്ഷിയാകുക. അങ്ങനെ ആരാധനയോടെ ദൈവത്തിന് മുമ്പാകെ വീണവനെയാണ് കർത്താവിനെ ശുശ്രൂഷിക്കാനായിട്ട് എഴുന്നേൽപ്പിക്കുന്ന നമ്മൾ കാണുന്നത്. നമുക്ക് കണ്ണടച്ച് കർത്താവിന്റെ മുമ്പാകെ ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, അവിടുത്തെ വചനത്തിന് മുമ്പാകെ ഞങ്ങൾ കർത്താവേ അവിടുത്തെ ആ കാൽക്കൽ വീഴുന്നു. അതെ കർത്താവെ, ഞങ്ങൾക്കും ആ ഒരു ആദ്യ സ്നേഹം, അങ്ങോട്ടുള്ള ആ ഒരു എല്ലാത്തിലും ഉപരിയായിട്ടുള്ള ഒരു സ്നേഹം കർത്താവെ ഞങ്ങൾക്കും വേണം. ആ സ്നേഹം കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രിൻസിപ്പൽ ബെസ്റ്റ് ലവ് എപ്പോഴായിരുന്നു ആയിരുന്നത്, ആ സ്നേഹത്തിലേക്ക് ഞങ്ങൾക്ക് തിരിച്ചു വരണം. ഞങ്ങൾ എപ്പോഴാകുന്നു അങ്ങേ സ്നേഹിച്ചതെങ്കിൽ അത് ഇപ്പോൾ തന്നെ ആകുന്നു എന്ന് ഞങ്ങൾക്കത് പറയണം കർത്താവെ. ഞങ്ങൾ ഏറ്റവും അധികം അങ്ങേ സ്നേഹിക്കുന്നത് പണ്ടെന്നോ ആയിരുന്നു എന്ന് പറയാനല്ല, ഇപ്പോഴാണ് ഞാൻ ഏറ്റവും അധികം യേശുവിനെ സ്നേഹിക്കുന്നതെന്ന് പറയാൻ ഞങ്ങൾക്ക് കഴിയണം കർത്താവെ. അതിനായിട്ട് ആ ആദ്യ സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണം. അതിനായിട്ട് കർത്താവെ അവിടുത്തെ ആ വചനത്തിന്റെ തേജസ്സിന് മുമ്പാകെ, വചനമാകുന്ന കണ്ണാടിയിൽ അവിടുത്തെ ആ തേജസ്സിനെ ഞങ്ങൾ കാണുന്നു. ഇത്ര വലിയവനായ ദൈവം, ഇത്ര കർത്താവെ സർവ്വത്തെയും സൃഷ്ടിച്ച എ.ഡി.യും ബി.സി ഒക്കെ കർത്താവെ വെട്ടിനുറുക്കി രണ്ടാക്കി, ചരിത്രത്തെ രണ്ടാക്കിയ നസ്രയത്തിലെ തച്ചൻ്റെ മുമ്പാകെ ഞങ്ങൾ വീഴുന്നു കർത്താവെ. ഇത്ര വലിയ ദൈവം ഞങ്ങളുടെ ദൈവമായി തീർന്നതിനായിട്ട് ഞങ്ങൾ ഇങ്ങനെ സ്തുതിക്കുന്നു. അവിടുത്തെ കാൽക്കൽ ഞങ്ങൾ കർത്താവെ വീണ് വണങ്ങുന്നു. അവിടുത്തെ രക്തത്താൽ ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങൾ കഴുകിയാട്ടെ. അവിടുത്തെ സ്നേഹം കർത്താവെ, അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങൾ നിറയ്ക്കണം. അവിടുന്ന് തന്നെ ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും തലമേൽ അവിടുന്ന് വലം കൈ ഇപ്പോൾ തന്നെ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതെ കർത്താവെ, ഞങ്ങൾ മരിച്ചതിനെ പോലെ വീഴുമ്പോൾ കർത്താവെ ഞങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന പുനരുദ്ധാനത്തിന്റെ ശക്തി അവിടുത്തേതാണ്. അവിടുത്താണ് ഇപ്പോഴത്തെ തിരുക്കരങ്ങൾ ഞങ്ങളുടെ ശിരസ്സുമേൽ വെച്ച് ഞങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിച്ചാട്ടെ. വലിയ ശക്തിയോടെ, സ്നേഹത്തോടെ, അതിസ്നേഹത്തോടെ അങ്ങേക്ക് വേണ്ടി ജീവിക്കാനും അങ്ങേക്ക് വേണ്ടി ചിന്തിക്കുവാനും പറയുവാനും എഴുതുവാനും സംസാരിക്കുവാനും പ്രവർത്തിക്കുവാനും ഒക്കെ ഞങ്ങളെ അങ്ങ് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തിൽ കർത്താവ് അനേകർക്ക് യേശുവിനെ കൊടുക്കുവാൻ ഞങ്ങളെ അങ്ങ് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് ഞങ്ങൾ കുറഞ്ഞില്ലാതാകട്ടെ. അവിടുത്തെ ആത്മാവ് ഞങ്ങൾ നിറഞ്ഞ് ആദ്യ സ്നേഹത്താൽ നിറഞ്ഞ് കർത്താവിനെ സ്നേഹിക്കുന്ന ശിഷ്യൻ യോഹന്നാൻ അപ്പോസ്തലൻ പേര് സമ്പാദിച്ചതുപോലെ കർത്താവെ, ദ ഡിസൈപ്പിൾ ഹൂം ജീസസ് ലവ്ഡ്, യേശു സ്നേഹിച്ച ആ ശിഷ്യൻ, യേശു സ്നേഹിച്ച ആ ശിഷ്യ എന്ന് മറ്റുള്ളവർക്ക് ഞങ്ങളെ ഐഡന്റിഫൈ ചെയ്യാൻ തക്കവണ്ണം, മറ്റുള്ളവർക്ക് ഞങ്ങളെ തിരിച്ചറിയാൻ തക്കവണ്ണം ഞങ്ങളെ രൂപാന്തരപ്പെടുത്തിയായിട്ട്. ഇവർ യേശുവിനോട് കൂടെ ആയിരുന്നു. ഇവർ സാമാന്യരാണ്, ഇവർക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ്, ഇവർ അൺട്രെയിൻഡ് ആണ്, ഇവർക്ക് വലിയ കഴിവോ വലിയ പ്രാപ്തിയൊന്നും ഇല്ലാത്തവരാണ്. എന്നാൽ ഇവരുടെ ആ ധൈര്യവും കാര്യങ്ങളും ഒക്കെ, ഇവരുടെ ആ വലിയ ധൈര്യവും വലിയ കോൺഫിഡൻസും ഒക്കെ കാണുമ്പോൾ ഇവർ യേശുവിനോട് കൂടെ ഉള്ളവരായിരുന്നു എന്ന് തിരിച്ചറിയാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളെയും അവിടുത്തെ ആത്മാവിനാൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിങ്ങിലായിരിക്കുന്ന ഓരോരുത്തരെയും അവിടുത്തെ ആത്മാവിനാൽ, അവിടുത്തെ ആശ്വാസത്താൽ, അവിടുത്തെ ബലത്താൽ ഞങ്ങളെ നിറച്ചാട്ടെ. ഞങ്ങളെ ഓരോ ജീവിതത്തിൻ്റെ ഓരോ ദിവസവും ഓരോ സമയത്തും എല്ലായ്പ്പോഴും അവിടുത്തെ മുമ്പാകെ പൂജ്യമായിട്ട് ഞങ്ങളതിനെ താഴ്ത്തിക്കൊണ്ടേയിരിക്കാനും അവിടുത്തെ ആത്മാവിനാൽ നിറഞ്ഞുകൊണ്ടേയിരിക്കാനും ഞങ്ങളെ സഹായിച്ചാട്ടെ. കർത്താവെ, ഞങ്ങളില്ലാതാകട്ടെ, അവിടുന്ന് നിറയട്ടെ, അവിടുത്തെ നാമം മഹത്വപ്പെടട്ടെ, അവിടുത്തെ രാജ്യം വരട്ടെ. കർത്താവെ, തലവണക്കിയിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരുടെ ആവശ്യങ്ങളും അപേക്ഷകളും പ്രാർത്ഥനകളും ഞങ്ങളുടെ വേദനകളും നൊമ്പരങ്ങളും എല്ലാം അറിയുന്നു. അവിടുന്ന് എല്ലാം അത് തൊട്ട് കർത്താവെ സുഖമാക്കി ഞങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കും. വലിയ കാര്യങ്ങളെ ചെയ്യും. ഞങ്ങൾ നനയ്ക്കുന്നതിലും ചോദിക്കുന്നതിലും നിലയ്ക്കുന്ന അത്യന്തപരമായിട്ട് ചെയ്യും. പ്രാർത്ഥന കിട്ടുന്നതിനായിട്ട് നന്ദി പറഞ്ഞ് ഈ പ്രിയ കൂട്ടായ്മ ലീഡ് ചെയ്യുന്ന പ്രിയ സൗകര്യങ്ങളെല്ലാം അനുഗ്രഹിച്ചാട്ടെ, കുടുംബങ്ങളെ അനുഗ്രഹിച്ചാട്ടെ. കർത്താവ് ഇനി അനേകരിലേക്ക് അവിടുത്തെ ആ സദ്വാർത്ത സുവിശേഷത്തിന് അഗ്നി പടരട്ടെ. കർത്താവ് ദേശം ഉണരട്ടെ. ഇവിടെ നാമത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. എല്ലാ യേശുവിന് വിലയേറെ മാതിരിയുള്ള നാമത്തിൽ തന്നെ. ആമേൻ.